Bismillahirrahmanirrahim. Alhamdulillahi Rabbil Alameen. Allahumma salli ala Sayyidina Muhammad wa ala ali Sayyidina Muhammad. Alhamdulillah. ഹാപ്പി സോണിന്റെ വിവിധ പദ്ധതികളുടെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാം ആണ് മദ്രസ പ്രൊജക്റ്റ്. അത് മുമ്പിൽ വെച്ചുകൊണ്ട് അതുപോലെ മറ്റു ട്രെയിനിങ്ങുകളെ കൂടി പിൻബലം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഫ്രീ വെബിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഫ്രീ വെബിനാറിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഒരു സ്ഥാപനം എങ്ങനെ മാനേജ് ചെയ്യാം, എങ്ങനെയൊക്കെ അതിനെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം എന്നതാണ് അതിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം, പഠന വിഷയം. അതിൽ ഓരോ ഭാഗവും വിശദമായി പഠനങ്ങൾക്ക് വിധേയമാക്കേണ്ടതാണെങ്കിൽ തന്നെയും നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ അത്യാവശ്യമായി ചർച്ച ചെയ്യാൻ കഴിയുന്ന പരിമിതമായ സമയത്തിനുള്ളിൽ ചർച്ച ചെയ്യാൻ പറ്റുന്ന അത്രയും ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ചയിലേക്ക് കൊണ്ടുവരാം. കേരളീയ സാഹചര്യത്തിൽ നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റി ധാരാളം സ്ഥാപനങ്ങൾ, വൈജ്ഞാനികമായ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നുണ്ട്. ധാരാളം അതിൻ്റെ എണ്ണം, വളരെ വിപുലമായ എണ്ണം നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ കയ്യിലുണ്ട്. അതെല്ലാം ഒരു കൃത്യമായ പരിശീലനത്തിന് വിധേയമാവുകയാണെങ്കിൽ ഒരുപാട് നേട്ടങ്ങളും ഒരുപാട് ഉയർച്ചയും ഇനിയും നമുക്ക് നേടാൻ കഴിയുമെന്നത് ഒരു വസ്തുതയാണ്. നമുക്ക് അതിൻ്റെ സ്ലൈഡ് സ്ക്രീനിൽ നൽകിക്കൊണ്ട് തന്നെ ചർച്ചയിലൂടെ പോകുന്നത് കൂടുതൽ സൗകര്യമായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കി. ഹാപ്പി സോൺ എന്നത് നമ്മുടെ വിശാലമായ ഒരു കാലയളവിനിടയിൽ നിരന്തര പഠനങ്ങൾക്കും നിരന്തര പ്രയോഗവൽക്കരണങ്ങൾക്കും വിധേയമായി രൂപപ്പെട്ടതും ആവിഷ്കരിക്കപ്പെട്ടതുമാണ് എന്ന് തുടക്കത്തിലെ പറയാൻ നാം ആഗ്രഹിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ആവേശികമായി പറയുകയാണെങ്കിൽ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ വളരെ പ്രശസ്തരായ, പ്രഗത്ഭരായ, കഴിവുറ്റ ധാരാളം പരിശീലകർ രൂപപ്പെട്ട ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് ഹാപ്പി സോൺ എന്ന ഈ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിൽ ഇന്ന് നമ്മൾ ചർച്ചക്കെടുത്തിരിക്കുന്ന വിഷയം മാസ്റ്ററിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ്. ഒരു സ്ഥാപനം മാനേജ് ചെയ്യുന്നതിലെ നൈപുണ്യം, അത് ഏറ്റവും കൂടുതൽ നാം ശ്രദ്ധിക്കേണ്ട തന്ത്രങ്ങൾ, സ്ട്രാറ്റജി, ഹിക്മത്ത്, അതെന്തായിരിക്കണം എന്നതാണ് ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം. നല്ല നിയന്ത്രണമുള്ള, നല്ല കൈകാര്യം ചെയ്യുന്ന ഒരു നല്ലൊരു കഴിവുള്ള ഒരു മാനേജിങ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ അതിലുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വിഷൻ എന്ന് പറയുന്നത്. അഥവാ ഒരു വർഷത്തിൽ ഏത് നേട്ടത്തിലാണ് എത്തേണ്ടത്, സ്ഥാപനം എത്തേണ്ടത്, പഠനത്തിൽ, സാമ്പത്തിക നിലവാരത്തിൽ, അതുപോലെ മറ്റ് സ്ട്രക്ചർ, ബിൽഡിങ്ങുകൾ, മറ്റ് സൗകര്യങ്ങൾ, ഇങ്ങനെ ഓരോ വിഷയങ്ങളിലും ഒരു വർഷത്തിൽ ഏത് സ്ഥാനത്തെത്തണം, ഇത്ര വർഷം കൊണ്ട് ഇന്ന സ്ഥാനത്തെത്തണം, സമൂഹത്തിൽ ഇന്ന മാറ്റം ഉണ്ടാക്കണം എന്നതിന് കൃത്യമായൊരു വിഷൻ ഒരു സ്ഥാപനത്തിന് പൊതുവെ ഉണ്ടാകണം. അത് ഒരു പ്രധാന ഘടകമാണ്. ഇടയ്ക്കൊരു കാര്യം ഉണർത്താനുള്ളത്, ഞാൻ ചില ഭാഗങ്ങള് നേരത്തെ ഞാൻ എന്ത് ചെയ്തിട്ടില്ലായിരുന്നു, നിഷ്ക്രിയമാക്കി വെച്ചിട്ടില്ലായിരുന്നു. അതായത് നമ്മൾ സ്ക്രീനിൽ വൈറ്റ് ബോർഡും അതുപോലുള്ള സാധനമൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അത് പ്രയാസമായി മാറും, ബാക്കിയുള്ള കാഴ്ചക്കാർക്ക് അതൊരു പ്രയാസമായിട്ട് മാറും. അതുകൊണ്ട് മറ്റ് കാര്യങ്ങൾ ഉപയോഗിക്കാതിരുന്നാൽ സൗകര്യം. അപ്പോ നല്ല ഒരു തന്ത്രവും നല്ല ഒരു നയനിലപാടും ഈ വിഷയത്തിലുള്ള ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റം, വലിയ പുരോഗതി ഉണ്ടാക്കാൻ കഴിയും. പക്ഷെ അതിലുണ്ടായിരിക്കേണ്ട ഒന്നാം ഘടകമാണ് ഒരു വിഷൻ ഉണ്ടാവുക. രണ്ടാമത്തെ ഒരു വിഷയമാണ് ഓപ്പറേഷണൽ എഫിഷ്യൻസി, അഥവാ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകും. കുട്ടികൾക്ക് പഠനത്തിൽ
പിന്നോക്കാവസ്ഥ ഉണ്ടായാൽ എന്ത് ചെയ്യണം, പിന്നെ കുട്ടികൾക്ക് പഠനത്തിൽ പിന്നോക്കം പ്രശ്നം ഉണ്ടായാൽ എന്ത് ചെയ്യണം, രക്ഷിതാക്കൾക്ക് പരാതി ഉണ്ടായാൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, കുട്ടികൾക്ക് അസുഖമായാൽ എന്താണ് ചെയ്യേണ്ടത്, പറയപ്പെട്ട കാലയളവിനുള്ളിൽ പഠനം നിന്നുപോയാൽ എന്താണ് ചെയ്യേണ്ടത്, ഒരു അധ്യാപകനോ മറ്റ് സ്റ്റാഫിനോ ഒരു പ്രശ്നം ഉണ്ടായാൽ എങ്ങനെ കൈകാര്യം ചെയ്യണം, അങ്ങനെ തുടങ്ങി ഓപ്പറേഷണൽ എഫിഷ്യൻസി ഇത് ഒരു സ്ഥാപനത്തിന് ഉണ്ടാകേണ്ട മറ്റൊരു ഘടകമാണ്. മറ്റൊന്നാണ് സ്ട്രാറ്റജിക് അഡാപ്റ്റേഷൻ. മാറ്റം വരുത്തേണ്ട ഒരു വിഷയം വന്നാൽ അവിടെ മാറ്റം വരുത്താനുള്ള സന്നദ്ധതയുണ്ടാകും. മാറ്റം വരുത്തേണ്ട ഒരു ആവശ്യം വന്നാൽ മാറ്റം വരുത്താനുള്ള സന്നദ്ധത ഉണ്ടാവുക എന്നത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. This presentation outline key areas to elevate your institute list to its best level. ഒരു നല്ല ലെവലിൽ, ഒരു നല്ല നിലവാരത്തിൽ നമ്മുടെ സ്ഥാപനത്തെ കൊണ്ടുപോകാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് ഇവിടെ നമ്മൾ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പ്രോഗ്രാമിൽ 100 പേർക്കാണ് നമ്മൾ അവസരം ഒരുക്കിയിരുന്നത്. അതിൽ 100 പേരുടെ കൗണ്ടിങ് ഇപ്പൊ പൂർത്തിയായതുകൊണ്ട് മറ്റുള്ളവർക്ക് ഇപ്പോ ഈ സെഷനിലേക്ക് വരാൻ കഴിഞ്ഞോളണമെന്ന്. അതിൽ വിഷണറി ലീഡർഷിപ്പ് എന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. വിഷണറി ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ കാഴ്ചപ്പാടുകളുള്ള ഒരു നേതൃത്വം ഒരു സ്ഥാപനത്തിന് പ്രധാനമായിട്ടുണ്ടാകും. ഡെവലപ്പ് ക്ലിയർ ആക്ഷനബിൾ മിഷൻ ആൻഡ് വിഷൻ. ഈ ലക്ഷ്യമുണ്ടെങ്കിലും ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വഴി എന്താണ്, ഏത് വഴിയിലൂടെയാണ് ഈ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് എന്ന് പ്രവർത്തിച്ച് കാണിക്കാൻ പറ്റുന്ന, അതൊക്കെ അങ്ങ് എത്തും, ഇതൊക്കെ അങ്ങ് ഉഷാറാകും എന്ന് വായ്വാക്കിൽ പറഞ്ഞു വിടുന്നതിന് പകരം അത് കൃത്യമായ ഓരോ നായികക്കല്ലുകൾ, ഓരോ മൈൽ സ്റ്റോണും നിർവചിക്കപ്പെട്ട മിഷൻ അഥവാ അതിലേക്കുള്ള സെബീൽ ഒരു ഓബ്ജക്റ്റീവ് തിങ്സ് അഥവാ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന, നമുക്ക് അവൈലബിൾ ആയ, നമുക്ക് ലഭ്യമായ വഴികൾ, അതാണ് മിഷൻ. ഈ മിഷൻ ഉണ്ടാകണം, എത്തിപ്പെടുന്ന ഒരു വിഷൻ, ഒരു എൻഡിങ് പൊസിഷൻ, ഒരു അന്തിമമായ ഒരു രൂപം അഥവാ നേടാൻ ഉദ്ദേശിക്കുന്ന അതിന്റെ ഒരു അന്തിമ പൊസിഷനും നമ്മൾ കാണണം. അപ്പൊ വാർഷികാടിസ്ഥാനത്തിൽ അതിനൊരു അന്തിമ പൊസിഷൻ കാണണം. ഇനി 5 വർഷം കൊണ്ട് ഇത്ര സ്ഥാനത്തെത്തുക, 10 വർഷം കൊണ്ട് ഇന്ന സ്ഥാനത്തെത്തുക, 25 വർഷം കൊണ്ട്, 50 വർഷം കൊണ്ട്, അങ്ങനെ ഇത്ര വർഷം കൊണ്ട് ഇന്ന പൊസിഷനിലുകൾ എത്തുക എന്ന് പറയുന്നത് ഒരു നിർവചിക്കപ്പെട്ട വഴി കൂടി ഉണ്ടാകണം. അപ്പൊ അതിന് മിഷനാകും. ക്രിയേറ്റീവ് സ്ട്രാറ്റജിക് 5-year ഇൻസ്റ്റിറ്റ്യൂഷണൽ റോഡ് മാപ്പ്. ഒരു 5 വർഷത്തെ നയപരമായ ഒരു റൂട്ട് ഉണ്ടാക്കണം, ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കി വെക്കണം. അത് ഒരു സ്ഥാപനം നല്ല രീതിയിൽ നടന്നു പോകാൻ വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു രീതിയാണ്, മാനേജിങ് സ്റ്റൈലാണ്. അതിലെ മറ്റൊരു ഘടകമാണ് വിഷണറി ലീഡർഷിപ്പ്. ചർച്ച ചെയ്യുമ്പോൾ അതിൽ ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയമാണ് ഇംപ്ലിമെന്റ് അഡാപ്റ്റീവ് ലീഡർഷിപ്പ് അപ്രോച്ച്. ഇവിടെ ഒരു മദ്രസയാണെങ്കിൽ പോലും, ഒരു മദ്രസ എന്ന് പറയുന്നത് പ്രാദേശിക തലത്തിൽ എല്ലാ ഗ്രാമപ്രദേശത്തിലും നടക്കുന്ന ഒരു മതപരമായ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് മദ്രസ. ആ മദ്രസയാണെങ്കിൽ പോലും ആ മദ്രസക്ക് വാർഷികാടിസ്ഥാനത്തിൽ ഒരു വിഷൻ ആൻഡ് മിഷൻ വേണം, ഒരു 5 വർഷത്തേക്ക് ഒരു വിഷനും മിഷനും വേണം. ഇങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ സ്ഥാപനത്തെ നമുക്ക് എല്ലാ കൊല്ലവും കുറെ കുട്ടികൾ പഠിക്കുന്നു, പാസ്സാകുന്നു, പോകുന്നു, അങ്ങനെയുള്ളതിന് പകരം ഓരോ വർഷം കൊണ്ട് ഇന്ന മാറ്റം ഉണ്ടാകണം, 5 വർഷമാകുമ്പോൾ ഇന്ന മാറ്റം ഉണ്ടാകണം, അങ്ങനെ റോഡ് മാപ്പ് ഉണ്ടാകണം. എന്ന് മാത്രമല്ല, ഇംപ്ലിമെന്റ് അഡാപ്റ്റീവ് ലീഡർഷിപ്പ് അപ്രോച്ച്. അവിടെ എന്ത് വേണം, ഒരു കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന, ആ നേതൃത്വത്തോട് ഇണങ്ങുന്ന ഒരു ടീം, ആ ഒരു ടീമിനെ സെറ്റ് ചെയ്യുകയും ആ ടീമിന് നേതൃത്വം കൊടുക്കുന്ന, അഥവാ ഈ ടീമിനെ ഉൾക്കൊള്ളുന്ന ഒരു നേതൃത്വത്തെ സ്ഥാപിക്കുകയും ചെയ്യണം. അഥവാ ഉൾക്കൊള്ളുന്ന ഒരു നേതൃത്വത്തെയും ആ നേതൃത്വത്തോടുള്ള ഒരു സമീപനവും അവിടെ സൃഷ്ടിച്ചെടുക്കണം. ഒരു മദ്രസയാണെങ്കിൽ മദ്രസ സിസ്റ്റത്തിന് ആരാണ് ലീഡ് ചെയ്യേണ്ടത്, ആരാണ് സാമ്പത്തിക വിഷയങ്ങളിൽ നേതൃത്വം കൊടുക്കേണ്ടത്, നേരത്തെ തീരുമാനിക്കപ്പെടണം.
മറ്റുള്ളവർ ഏത് രീതിയിലാണ് ഇദ്ദേഹത്തെ പിന്തുണക്കേണ്ടത്, ഇദ്ദേഹത്തെ സഹകരിക്കേണ്ടത് എന്ന് നേരത്തെ നിർവചിക്കപ്പെടണം. ഇതിന്റെ ഒരു വിഷണറി വ്യൂ, ഒരു കാഴ്ചപ്പാടിന്റെ രൂപമാണ്. ഇനി അടുത്ത നാലാമത്തെ പോയിന്റ് പറയുന്നത് ഫോസ്റ്റർ ഇന്നോവേറ്റീവ് ഓർഗനൈസേഷണൽ കൾച്ചർ. നമ്മൾ എന്ത് ചെയ്യണം? പുതുമയുള്ള ഒരു സംഘാടന സ്വഭാവം രൂപീകരിക്കും. എപ്പോഴും ഉദ്ഘാടനം തുടങ്ങുന്ന ദിവസം പിന്നെ ഫത്തഹ മുബാറക് ഉണ്ടാവും, റബീഉൽ അവ്വൽ ആവുമ്പോൾ കുറച്ച് പ്രോഗ്രാം ഉണ്ടാകും. അങ്ങനെ പറഞ്ഞിട്ട് നേരത്തെ അങ്ങനെ കുറച്ച് പ്രോഗ്രാം ഉണ്ടാവുമെന്ന് തീരുമാനിക്കപ്പെടുന്നു, അതങ്ങനെ നടന്നു പോകുന്നു എന്നതിന് ഉപരി ഓരോ വർഷവും ആ സന്ദർഭോചിതമായ സന്ദർഭത്തോട് ഇണങ്ങുന്ന രീതിയിൽ പുതുമകൾ ഉൾക്കൊണ്ട്, ആ സാഹചര്യങ്ങളെ ഉൾക്കൊണ്ട്, സാഹചര്യത്തിന്റെ ആവശ്യകത ഉൾക്കൊണ്ട് ആ മദ്രസക്ക് എന്ത് വേണം, അല്ലെങ്കിൽ ആ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും സ്കൂളാണെങ്കിലും സ്ഥാപനങ്ങളാണെങ്കിലും അതിനൊരു പുതുമയുള്ള സംഘാടന രീതികൾ ഉൾക്കൊണ്ടുവരണം. പുതുമയുള്ള സംഘാടന രീതികൾ കൊണ്ടുവരണം. അതൊക്കെ പഠിക്കാൻ, അതുപോലെ ചർച്ച ചെയ്യാനും ഇഷ്ടംപോലെ അവസരങ്ങളും കാര്യങ്ങളും കാണും. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ നമുക്ക് പറയാനുള്ളത്, എസ്റ്റാബ്ലിഷ് എ കമ്പലിംഗ് വിഷൻ. നിർബന്ധമായും നമുക്ക് എത്തിപ്പെടേണ്ട ഒരു വിഷൻ നേരത്തെ തീരുമാനിക്കാം. ദിസ് ഇൻവോൾവ്സ് ഡിഫൈനിങ് എ ക്ലിയർ മിഷൻ ആൻഡ് സ്ട്രാറ്റജിക് റോഡ് മാപ്പ്. ഇതിലൂടെ എന്തിലേക്ക് എത്തണം, അതിന്റെ വഴി നിർവചിക്കപ്പെടണം. ആദ്യം എത്തിപ്പെടേണ്ട കാര്യം തീരുമാനിച്ചാൽ മാത്രമേ അതിലേക്കുള്ള വഴിയെ കുറിച്ചുള്ള ചർച്ച കൃത്യമാവുകയുള്ളൂ. അടുത്തത് അഡാപ്റ്റീവ് ലീഡർഷിപ്പ് ഫോർ ഇന്നോവേറ്റീവ് കൾച്ചർ. ഒരു അനുസരിക്കപ്പെടുന്ന നേതൃത്വവും അതിനനുയോജ്യമായ ഗുണങ്ങളും അവിടെ സ്ഥാപിക്കണം. ഒരു നേതൃത്വത്തെ അനുയായികളെ അനുസരിക്കണമെങ്കിൽ, ഒരു സ്ഥാപനം മുന്നോട്ട് പോകുന്ന സമയത്ത് ആ സ്ഥാപനത്തിലെ മറ്റു ഘടകങ്ങൾ ആ സ്ഥാപനത്തിലുള്ളവരെ അനുസരിക്കണമെങ്കിൽ എന്ത് വേണം? അനുസരിക്കാൻ പറ്റുന്ന ഒരു കൾച്ചർ അവിടെ നമ്മൾ സ്ഥാപിക്കണം. ഇതൊരു പ്രധാന ഘടകമാണ്. ഇനി അടുത്തൊരു വിഷയം ചർച്ച ചെയ്യാനുള്ളത് ഓപ്പറേഷണൽ എക്സലൻസ് അഥവാ കൈകാര്യം ചെയ്യുന്നതിലെ മികവാണ്. കൈകാര്യം ചെയ്യുന്നതിലെ മികവ് എന്നത് ഒരു പ്രധാന ഘടകമാണ്. കൈകാര്യം ചെയ്യുന്നതിലെ മികവ് എന്നത് ഒരു പ്രധാന ഘടകമാണ്. അതായത് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ, ഒരു പ്രശ്നം കൈകാര്യം ചെയ്യുമ്പോൾ അത് ചിലർക്ക് ആകെ അങ്ങോട്ട് കുഴപ്പാക്കി ബഹളമായി അങ്ങനെ കൈകാര്യം ചെയ്യാം. അതേ സമയത്ത് യാതൊരു പരുക്കും ഇല്ലാതെ കൈകാര്യം ചെയ്യാം. ഇപ്പൊ ഒരു പ്രോഗ്രാം നടക്കുകയാണ്, ഞാനൊരു ദിവസം ഒരു പ്രോഗ്രാം പങ്കെടുത്തു. ആ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ആ പ്രോഗ്രാമിൽ പ്രധാനമായി നേതൃത്വം വഹിക്കേണ്ട ഒരാള്, ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത രക്ഷിതാക്കളുണ്ട്, അധ്യാപകരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, വലിയൊരു സമൂഹമുണ്ട്. ആ സ്ഥാപനത്തിനോട് അനുയോജ്യമായ സമൂഹം അവരോട് പരാതികളുടെ കെട്ടയച്ച് സംസാരിക്കുകയാണ്. വളരെ സമൃദ്ധമായ നല്ലൊരു സദസ്സ്, എല്ലാവരും ആവേശത്തോട് ഒരുമിച്ചൂടിയ സദസ്സ്. പരാതി പറഞ്ഞുകൊണ്ടിരിക്കും, എല്ലാറ്റിനും പരാതിയും ആക്ഷേപവും. ആ സദസ്സിൽ അതേ സമയത്ത് ഈ പരാതി തീർക്കാൻ അവരുടെ നിലവിലുള്ള ഈ സജീവമായ സാന്നിധ്യത്തെയും അവരുടെ ഈ സമർപ്പണ മനോഭാവത്തെയും ഒക്കെ ഉയർത്തിക്കാണിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിന് പുറകിൽ ഇന്ന കാര്യവും കൂടി നമുക്ക് ചെയ്യാനുണ്ട് എന്നത് വിവരിക്കാൻ പറ്റിയാൽ വളരെ എളുപ്പമാണത്, സദസ്സ് ഭംഗിയാണ്. അല്ലെങ്കിൽ വന്ന ഈ സജീവമായി സാന്നിധ്യമായവർക്ക് കൂടി അതൊരു മടുപ്പായി മാറും, അതൊരു പ്രയാസമായിട്ട് മാറും. അപ്പോ എന്ത് വേണം? ഒരു കൈകാര്യം ചെയ്യുന്നതിന് മികവുറ്റൊരു രീതി വേണം. ഈ വിഷയത്തിൽ 4 കാര്യമാണ് സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, ഇംപ്ലിമെന്റ് ഡാറ്റ ഡ്രൈവൺ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സസ് എന്ന് പറഞ്ഞാൽ, തീരുമാനം എടുക്കുമ്പോൾ നമുക്കൊരു തോന്നുകയാണ് കുട്ടികളൊന്നും പോരാ, അല്ലെങ്കിൽ അധ്യാപകർ പോരാ, അല്ലെങ്കിൽ അഡ്മിൻ സ്റ്റാഫ് പോരാ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രക്ഷിതാക്കൾ പോരാന്ന് തോന്നുമ്പോൾ തോന്നലിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുകയോ ബഹളങ്ങൾ സൃഷ്ടിക്കുകയോ ചെയ്യരുത്. പകരം ഒരു ഡാറ്റയുടെ അടിസ്ഥാനത്തിലായിരിക്കണം തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറഞ്ഞാൽ, ഒരു കുട്ടികളുടെ വിഷയമാണെന്ന് സങ്കല്പിക്കും. കുട്ടികളുടെ വിഷയത്തിൽ പോരാ എന്നുണ്ടെങ്കിൽ നാം അവിടെ ടെസ്റ്റുകൾ നടത്തണം, നേരത്തെ തുടക്കത്തിലുള്ള അസസ്മെന്റ് നടത്തണം, ശേഷം പരിശോധനകൾ നടക്കണം. ആ പരിശോധനകളിൽ നടന്ന പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്ന റിപ്പോർട്ടുകൾ ചെക്ക് ചെയ്യണം. ഇങ്ങനെ ഡാറ്റകൾ ശേഖരിച്ചിട്ട് ആ ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ വിലയിരുത്തുകയും തീരുമാനങ്ങളിലേക്ക് പോവുകയും ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ഒരു സംസ്കാരം ഉണ്ടായാൽ അത് കൈകാര്യം ചെയ്യുന്നതിൽ മികവുറ്റ രീതിയാണ്. രണ്ടാമത്തെ പോയിന്റ്,
ഡെവലപ്പ് കോംപ്രിഹെൻസീവ് പെർഫോമൻസ് മാനേജ്മെന്റ് സിസ്റ്റം. അതായത് ഉൾക്കൊണ്ടുകൊണ്ട് അതിലെ മികവിനെ കൈകാര്യം ചെയ്യുന്ന രീതി. അഥവാ ഒരു പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാ, ആ കൈകാര്യം ചെയ്തത് ആരാണ്, അവർ നിലവിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അവരുടെ ഏത് പരിമിതി കൊണ്ടാണ് ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രയാസം ഉണ്ടായത്, ഇത്തരം കാര്യങ്ങൾ അങ്ങനെ വിലയിരുത്തി മനസ്സിലാക്കിയിട്ടാണ് അവിടെ എന്തിലേക്ക് പോകേണ്ടത്, അവരുടെ പെർഫോമൻസ് കൈകാര്യം ചെയ്യുന്നിടത്തേക്ക് പോകേണ്ടത്. അങ്ങനെയാകുമ്പോ ഉൾക്കൊണ്ടുകൊണ്ട് പഠന വിഷയമായി കുറെ അങ്ങോട്ട് ഉഷാറാക്കിയോടെന്ന് പറഞ്ഞ് തെളിക്കുന്നതിന് പകരം കൃത്യമായി റൂട്ടുണ്ടാക്കി വിലയിരുത്തി പഠന വിധേയമാക്കി ആവശ്യമായ ചേരുവകളെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് അഥവാ മികവിനെ നിയന്ത്രിക്കുന്ന രീതി, മികവുണ്ടാക്കി തീർക്കുന്ന രീതി, അത് സ്വീകരിക്കുക എന്നുള്ളതാണ് അടുത്തൊരു വിഷയം. ഓഹോ, നമ്മുടെ പ്രധാനപ്പെട്ട ഗസ്റ്റുകൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞില്ലേ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ലീഡേഴ്സിൽ ആരെങ്കിലും നമ്മള് അവർക്ക് ഇടം കൊടുത്തിട്ട് ഇപ്പൊ രണ്ടുപേര് ഒരു സെന്ററിന്നോ മറ്റോ ജോയിൻ ചെയ്തവരുണ്ടെങ്കിൽ അവരിൽ ഒരാള് ആദ്യം അവരോട് പറയാ, എന്നിട്ട് എന്ത് ചെയ്യാം, അവരോട് ചെയ്തിട്ട് ഇപ്പൊ നിങ്ങള് ജോയിൻ ചെയ്യാനോ നോക്കുകയാണോ എന്ന് ചോദിച്ചതിന് ശേഷം അവർ ജോയിൻ ചെയ്യാൻ ഓക്കെ ആണെന്ന് പറഞ്ഞാൽ അപ്പൊ ഒരാള് ലെഫ്റ്റ് ആയിട്ട് അവരെ കയറ്റാം. അങ്ങനെ ചെയ്താൽ മതിയാകും. ഇൻഷാ അല്ലാഹ് നമുക്ക് അങ്ങനെ ശ്രമിക്കാം. അപ്പോ ഇതാണ് മൂന്നാമത്തെ ഒരു വിഷയം, അഥവാ ഓപ്പറേഷണൽ എക്സലൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിന് കീഴിൽ നമുക്ക് പറയാനുള്ള മൂന്നാമത്തെ പോയിന്റ്, ക്രിയേറ്റ് എഫിഷ്യന്റ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. നല്ല കാര്യക്ഷമമായ ഒരു സംഘാടന സംസ്കാരം ഉണ്ടാകണം. സംഘാടന സംസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സ്കൂളിന്റെ പതിവ് നടത്തിപ്പ് രീതിയാണ്, അങ്ങനെ തുടങ്ങിയ ഏത് വിഷയത്തിലാണെങ്കിലും, പഠനം, പ്രോഗ്രാം, സ്ഥിര സാധാരണ പഠന ക്ലാസ്സുകൾ, അങ്ങനെ തുടങ്ങിയ ഏത് വിഷയത്തിലാണെങ്കിലും അത് ഓർഗനൈസ് ചെയ്യുന്നതിൽ, അത് സംഘടിപ്പിക്കുന്നതിൽ നമുക്കൊരു സംസ്കാരം വേണം. ആ സംസ്കാരം എന്തായിരിക്കണം? നിലവാരമുണ്ട് എന്ന് തോന്നിക്കുന്ന പൊളൈറ്റ് ലാംഗ്വേജ്, നല്ല നിലവാരമുള്ള പദപ്രയോഗങ്ങൾ, നിലവാരമുള്ള സമീപന രീതി. ഇപ്പൊ കുട്ടികളോടൊക്കെ ഒരു സ്ഥാപനത്തിൽ കുട്ടികൾക്ക് നല്ല അച്ചടക്കം ഉണ്ടാകാൻ ചെയ്യേണ്ട രീതി എന്താ? ആ സ്ഥാപനത്തിൽ വെച്ച് ഒരു ഓഫീസ് സ്റ്റാഫോ അല്ലെങ്കിൽ ഒരു ക്യാൻറ്റീൻ സ്റ്റാഫോ അല്ലെങ്കിൽ ഒരു ടീച്ചിങ് സ്റ്റാഫോ, ഒരൊറ്റ സ്റ്റാഫ് പോലും തൊള്ളയിട്ട് സംസാരിക്കുക, ഒച്ചയിട്ട് സംസാരിക്കുക, ബഹളം വെച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ അട്ടഹസിച്ച് സംസാരിക്കുക, ഷൗട്ട് ചെയ്ത് സംസാരിക്കുക, പരുഷമായി സംസാരിക്കുക, ഇങ്ങനത്തെ ഒരു സമീപനം ഉണ്ടാകരുത്. ഒരു കൾച്ചറായി മാറണം. നമ്മളൊരു വിഷയം സംഘടിപ്പിക്കുന്ന സംഘാടന രീതി എങ്ങനെയായിരിക്കണം? അതിനൊരു കൾച്ചർ, വളരെ നിലവാരമുള്ളത്, സ്ട്രക്ചർ ഉള്ളത്. ഇപ്പൊ ഒരു പ്രോഗ്രാം ഒക്കെ ആണെങ്കിൽ ആ പ്രോഗ്രാമിന്റെ ഫുൾ എലമെന്റ്, ആ പ്രോഗ്രാമിന്റെ മുഴുവൻ ഘടകങ്ങളും തലേക്കൂട്ടി ഡിസൈൻ ചെയ്യപ്പെടണം, നേരത്തെ ഡിസൈൻ ചെയ്യപ്പെടണം. അതൊരു കൾച്ചറാണ്, ഒരു സ്ഥാപനത്തിന്റെ പ്രധാന കൾച്ചറാണ്. നാലാമത്തെ പോയിന്റ്, എസ്റ്റാബ്ലിഷ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. KPI എന്ന് പറയുന്നത് ഒരു സാങ്കേതിക പ്രയോഗമാണ്. ആ സാങ്കേതിക പ്രയോഗം സൂചിപ്പിക്കുന്നത്, ഇതിനെല്ലാം വിശദമായി ഏകദേശം 50ഓളം പേജുള്ള വലിയ ഒരു ഇതാണ് ഞാൻ ഇവിടെ ഷോർട്ട് ചെയ്ത് അവതരിപ്പിക്കുകയാണ്. അതായത് ദീർഘിപ്പിച്ചാൽ സമയം നീണ്ടുപോകും. ഏകദേശം 50ലധികം പേജുള്ള ഒരു വലിയ ഒരു മാറ്റർ ആണ് എന്ത് ചെയ്യുന്നത്, ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് എന്ന് പറയുന്ന സാധനം. അത് ഒരു ഷോർട്ട് ചെയ്ത് അവതരിപ്പിക്കാൻ, ഇത് മാത്രം ഏകദേശം ഒരു 4-5 പേജ് വിശദീകരിക്കാനുള്ള ഒരു മാറ്റർ ആണ്. എസ്റ്റാബ്ലിഷ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. എന്താണ് ഈ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാല്? അതിന്റെ ഓക്കെ, അപ്പൊ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നിലവാരം വിലയിരുത്താൻ ആവശ്യമായ ചില മാനദണ്ഡങ്ങൾ ഉണ്ടാകും.
ആ മാനദണ്ഡങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം, എന്തൊക്കെയാണ് ഉൾക്കൊള്ളേണ്ടത്, വിശദമായ ഒരു ചാപ്റ്റർ, ഒരു ചർച്ചാ വിഷയം. പ്രധാനപ്പെട്ട നിലവാരം വിലയിരുത്താൻ ആവശ്യമായ സൂചകങ്ങൾ. ഇപ്പൊ പഠനത്തിൽ നിലവാരം ഉണ്ടായി എന്ന് മനസ്സിലാകാൻ ഒരു പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്, അതൊരു ഇൻഡിക്കേറ്റേഴ്സ് ആയി, സൂചനയായി സ്ഥാപിക്കും. ഈ സൂചന വിലയിരുത്തണം, അതിനൊരു ചെക്ക് ലിസ്റ്റ് ഏർപ്പെടുത്തണം. ആ ചെക്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി വിലയിരുത്തിയാൽ നമ്മുടെ ഓപ്പറേഷണൽ എക്സലൻസ്, ഇടപെടാനുള്ള മികവിന്റെ നല്ലൊരു രീതിയായിട്ട് അത് മാറും. ഇനി സൂചിപ്പിക്കാനുള്ള അടുത്തൊരു ചർച്ചാ വിഷയം എന്താണ്? അടുത്ത ചർച്ചാ വിഷയം ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. ഏത് സ്ഥാപനമാണെങ്കിലും, ഇപ്പൊ മതപരമായ സ്ഥാപനങ്ങൾക്കാണെങ്കിലും, ഇനി അതല്ല അല്ലാത്ത സ്കൂളുകൾക്കാണെങ്കിലും, അക്കാദമിക് സ്കൂളുകൾക്കൊക്കെ ആണെങ്കിലും, ഏത് തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണെങ്കിലും എന്തു വേണം? ഇതില് റെക്കോർഡ് നൽകും, റെക്കോർഡ് നൽകുമെന്ന് ചോദിക്കുന്നു. ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള സ്ഥാപനങ്ങളാണെങ്കിലും അതിന് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഉണ്ടാകും. ഈ പോയിന്റിൽ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങളാണ്. ഒന്ന്, ഡെവലപ്പ് സസ്റ്റൈനബിൾ ഫൈനാൻഷ്യൽ മോഡൽ. ഒരു നിലനിൽക്കാൻ പറ്റുന്ന, പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു മാതൃക നമ്മൾ ആദ്യം സ്ഥാപിക്കണം. അഥവാ ഇപ്പോൾ സ്ഥാപിച്ച ഈ ഫൈനാൻഷ്യൽ മാർഗം അത് നിലനിൽപ്പുള്ളതാണോ, നമുക്ക് കൂടുതൽ കഷ്ടപ്പാടുള്ളതാണോ, അല്ലെങ്കിൽ എളുപ്പമുള്ളതാണോ എന്ന് പഠിക്കണം. അത് വിലയിരുത്തുകയും അതിന്റെ വരുംവരായികകളും നേട്ടങ്ങളും കോട്ടങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം വിലയിരുത്തിയിട്ടാണ് അതിന്റെ മോഡൽ തീരുമാനിക്കുക. രണ്ടാമത്തെ പോയിന്റ്, ഡൈവേഴ്സിഫൈ റവന്യൂ സ്ട്രീം. നമ്മൾ വരുമാനം ഉണ്ടാകേണ്ട രീതി കൂടുതൽ ആകർഷണീയമായതും കൂടുതൽ വൈവിധ്യമുള്ളതും സ്ഥാപിക്കാൻ ശ്രമിക്കുക. ഈ ഒരു ഫിലോസഫി ഉൾക്കൊണ്ടാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യാസം കൊണ്ടുവരാൻ പറ്റും. ഈ അടുത്ത് ഞാനൊരു സ്ഥാപനത്തിൽ ഒരു പ്രോഗ്രാമിന് വേണ്ടി പങ്കെടുത്തപ്പോൾ അവിടെയുള്ള ക്യാൻറ്റീൻ പരിചയപ്പെടുത്തിയിട്ട് ഒരാൾ എന്നോട് പറഞ്ഞു, ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, എല്ലാ മാസവും ഈ ക്യാൻറ്റീന്റെ വകയിൽ 10 ലക്ഷത്തോളം ഡ്യൂ വരാറുണ്ടായിരുന്നു. വലിയ ലക്ഷങ്ങളുടെ ഡ്യൂ വരാറുണ്ടായി. അതൊരാൾ ഏറ്റെടുത്ത് നടത്തിയപ്പോ ഇപ്പോ ഓരോ മാസവും ഒരുപക്ഷെ ഒരു 2 ലക്ഷം വരെ ഏണിംഗ് വരുന്ന രീതിയിൽ, മിച്ചം വരുന്ന രീതിയിൽ അതേ സിസ്റ്റം മാറി. ആ സിസ്റ്റത്തിൽ നേരത്തെ അവിടെ ഇടപെട്ടവരും ഇപ്പൊ ഇടപെട്ടവരും, നേരത്തെ ഫുഡ് കഴിച്ചവരും ഇപ്പൊ ഫുഡ് കഴിച്ചവരും ഒരേ സൊസൈറ്റിയാണ്, ഒരേ കമ്മ്യൂണിറ്റിയാണ്, അല്ലെങ്കിൽ ഒരേ ടീമാണ്, ഒരേ പാർട്ടിസിപ്പൻസ് ആണ് 2 സമയത്തും. പക്ഷെ റവന്യൂ മാറി. അവരുടെ അതൊരു വൈവിധ്യമായി ഉപയോഗിച്ചപ്പോ വലിയ മാറ്റം ഉണ്ടായി. അങ്ങനെ പലയിടത്ത് പലതരത്തിലുള്ള ഐഡിയകൾ ഉപയോഗിക്കാൻ കഴിയും. ഇംപ്ലിമെന്റ് റോബസ്റ്റ് ബഡ്ജറ്റ് പ്ലാനിങ്. ശക്തമായ പ്ലാനിങ് ആയിരിക്കും. ശക്തമായ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാൻ തയ്യാറാക്കുമ്പോൾ ഈ പ്ലാനിന് ഒരു പ്രശ്നം ഉണ്ടായാൽ അതിനെ ഓവർകം ചെയ്യാൻ ഒരു ബി പ്ലാൻ വേണം. അങ്ങനെയാണ് പ്ലാനിങ് തയ്യാറാക്കുന്നത്. അപ്പൊ വാർഷികാടിസ്ഥാനത്തിലും അതുപോലെ അതിന് മേലോട്ടും പ്ലാന് വേണം. നിലവിൽ നമ്മുടെ കേരളീയ സാഹചര്യത്തിൽ സ്ഥാപനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. സ്ഥാപനങ്ങൾ എല്ലാവരും പിരിവിന് പോകുന്നതും സമീപിക്കുന്നതും ഒരേ ടീമിനെ. അങ്ങനെ ആകുമ്പോ അത് വലിയ ഒരു നശീകരണമായി മാറും. പകരം ഓരോ സ്ഥാപനത്തിനും നിലനിൽക്കാൻ ആവശ്യമായ ഉറവിടങ്ങൾ സത്യം പറയുകയാണെങ്കിൽ അവിടങ്ങളിലുണ്ട്. എത്രത്തോളം നമ്മൾ ഈ പ്രൊജക്ട് ഇംപ്ലിമെന്റേഷന്റെയും ഈ കരിക്കുലം ഡെവലപ്മെന്റിന്റെയും നമ്മുടെ ഈ ടീം എക്സ്പ്ലോറിങ്ങിന്റെ ഭാഗമായി നമ്മൾ കേരളത്തിന് പുറത്തു ഒരു സ്ഥാപനത്തിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ യാത്രയിൽ കേരളത്തിന് പുറത്തിൽ ഒന്നിലധികം സ്റ്റേറ്റുകളിലൂടെ ഉള്ള ഒരു യാത്രയാണ്. ആ യാത്രയിൽ നമ്മൾ കേരളീയരായ പണ്ഡിതന്മാർ ഇറങ്ങി പുറപ്പെട്ട് ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ഇടങ്ങളിലേക്കെല്ലാം പലപ്പോഴും സ്ഥാപനങ്ങൾക്ക് വേണ്ടി കേരളീയ ഗ്രാമാന്തരങ്ങളിൽ ഇറങ്ങി സംഭാവനകൾ സ്വരൂപിച്ച് പോകുന്നത് നമ്മൾ കാണുന്നു. ഏതായാലും എല്ലാ സേവനങ്ങളും നല്ലതാണ്, ഒരു സേവനത്തെയും ചെറുതാക്കി കാണാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ നമ്മൾ പറയുന്നു, ഈ പ്രയാസമുണ്ട് എന്ന് പറയപ്പെടുന്ന സംസ്ഥാനങ്ങളിലും പ്രദേശങ്ങളിലും തന്നെ പലപ്പോഴും നാം ചെറിയൊരു പഠനത്തിന് വിധേയമാക്കിയാൽ അവിടെ നിലവിൽ അവിടങ്ങളിലുള്ള പ്രഗത്ഭരായ ചില ഒറ്റപ്പെട്ട സമ്പന്നരെ കാണാം. ആ സമ്പന്നരെ ഉപയോഗിച്ചാൽ നമുക്ക് അവിടേക്ക് ആവശ്യമായ സാമ്പത്തികമായ ഉറവിടം അവിടെ തന്നെ കാണാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് 2 കാര്യമാണ്. അവർക്ക് ഇതിൽ ഒരു അക്കൗണ്ടബിലിറ്റി, ഒരു ഉത്തരവാദിത്വം ഫീൽ ചെയ്യുന്നത് കാണാം.
അങ്ങനെയാവുമ്പോൾ അവരുടെ സഹകരണവും അവരുടെ സംരക്ഷണവും കൂടെ ഇത്തരം സംവിധാനങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്ക് വലിയ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ സഹായിക്കുന്നതാണ് ഈ ഒരു കാഴ്ചപ്പാടുണ്ടായാൽ. നാലാമത്തെ പോയിന്റ് കൂടി പറഞ്ഞ് ഞാൻ ആ ഭാഗം നിന്ന് വിരമിക്കാം. ക്രിയേറ്റ് ഫൈനാൻഷ്യൽ ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി. സാമ്പത്തികമായി കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന രീതിയിൽ ട്രാൻസ്പെറന്റ് ആക്കുക, എല്ലാവർക്കും തെളിഞ്ഞ പുസ്തകമാക്കി മാറ്റുക, തുറന്ന പുസ്തകമാക്കി മാറ്റുക സാമ്പത്തികം. അതോടൊപ്പം സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നതിൽ ആവശ്യമായ ഉത്തരവാദിത്തങ്ങൾ വിഭജനം ചെയ്തു കൊടുക്കും. അവിടെ സമ്പന്നരെ സ്വാധീനിക്കാൻ എങ്ങനെ കഴിയുമെന്ന് ചോദിക്കുന്നു. പല രീതിയിൽ ചെയ്യാം. സമ്പന്നർക്ക് ഇതിന്റെ ഒരു സ്ഥാപനമൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു 5 വർഷത്തെ പ്ലാൻ ഉണ്ടാക്കുകയും ആ 5 വർഷത്തിനിടയിൽ ഈ സ്ഥാപനം പുരോഗമിച്ച് സ്വയം കാലിൽ നിൽക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്ലാൻ ഉണ്ടാക്കിയതിന് ശേഷം ആ പ്ലാന് ഒരു ഡോക്യുമെന്റഡ് ആക്കാൻ പഠിക്കുക. അങ്ങനെ ഡോക്യുമെന്റഡ് ആക്കിയതിന് ശേഷം പ്രഗത്ഭരായ വലിയ വലിയ സമ്പന്നരെ കാണാം. ഇപ്പൊ കേരളത്തിലൊക്കെ വലിയ വിപണി സാമ്രാജ്യം പിടിച്ചടക്കിയ എണ്ണപ്പെട്ട സമ്പന്നരെ കാണാം, പേര് പരാമർശിക്കുന്നില്ല. അത്തരം ആൾക്കാരുടെ മുമ്പിൽ ഇത്തരം പ്രൊജക്ട് സബ്മിറ്റ് ചെയ്താൽ അവരൊരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റൈലിൽ, അഥവാ എന്ന് പറഞ്ഞാൽ ഇത്ര കാലത്തിനിടയിൽ അവർക്ക് വേണമെങ്കിൽ തിരിച്ചടക്കാം എന്ന രീതിയിൽ ഒരു എമൗണ്ട് അവരുടെ അടുത്ത് നിന്ന് നമുക്ക് കൈപ്പറ്റാം. ഒരു രീതി. മറ്റൊന്ന്, ഈ പ്രൊജക്റ്റ് ആയിട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും വലിയ വലിയ സമ്പന്നരുടെ ഇടങ്ങളിൽ അവർക്ക് അവരുടെ വലിയ സംരംഭങ്ങളിൽ നിയമം നിർദ്ദേശിക്കുന്ന ചില ചാരിറ്റികൾ ഉണ്ടാകും. ആ ചാരിറ്റികളുടെ കൂട്ടത്തിൽ ഈ ഒരു സാധനം ഉൾപ്പെടുത്താൻ എളുപ്പമാണ്. അപ്പൊ അത്തരം സംഗതികൾ പഠിച്ചാൽ സമ്പന്നർക്ക് ഈ വിഷയത്തോട് മതിപ്പ് തോന്നുകയും അവർ കൂടെ നിൽക്കുകയും ചെയ്യുന്നത് കാണാം. അങ്ങനെ ആവുമ്പോൾ അവർ സംരക്ഷകരായിട്ടും മാറും. ഇതിന്റെ ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സായി, ഇതിന്റെ ഒരു സഹപ്രവർത്തകരായി അവർ മാറുന്നത് കൂടി കാണാം. ഇങ്ങനെയൊക്കെ വളരെ മികവുറ്റ രീതിയിൽ സ്ഥാപനത്തെ സംവിധാനിച്ചാൽ തീർച്ചയായും നമുക്ക് വലിയ മികവുണ്ടാക്കാൻ പറ്റും, വലിയ ചുവടുകൾ വെക്കാൻ പറ്റും. സെക്യൂർ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ബൈ ഡെവലപ്പിംഗ് എ സസ്റ്റൈനബിൾ ഫൈനാൻഷ്യൽ മോഡൽ. നല്ലൊരു മോഡൽ ആദ്യം ചിന്തിക്കുക. ഇത്തരം കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഒരു മദ്രസയൊക്കെ നടക്കുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ ആ ഭാഗം കൂടുതലായി പറയുന്നില്ല, അത് മദ്രസ പ്രൊജക്ടിന്റെ ഭാഗം കൂടിയുള്ളതാണ്. താല്പര്യമുള്ളവരൊക്കെ ഹാപ്പി സോൺ ടീമുമായി കോണ്ടാക്ട് ചെയ്യുകയും ഹാപ്പി സോണിന്റെ ഭാഗമായി അൽഹംദുലില്ലാ കുറ്റ്യാടിയിലും വണ്ടൂരിലും മലപ്പുറത്തും തിരൂരും ഒക്കെ ഇപ്പൊ നിലവിൽ നമ്മുടെ കേന്ദ്രങ്ങൾ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്, ഹാപ്പി സോൺ സെന്ററുകൾ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ധാരാളം ലീഡേഴ്സ്, നമ്മുടെ ട്രെയിനേഴ്സ് നമ്മുടെ ഈ ഇതിൽ കാണാം. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അതുമായി ബന്ധപ്പെട്ട് സഹായം ആവശ്യമുണ്ടെങ്കിൽ ലീഡേഴ്സ് നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്താൽ അവർ ആവശ്യമായ ഇൻഫർമേഷൻ ചാറ്റ് ബോക്സിൽ തന്നെ തരും. യൂട്യൂബിൽ നിന്നാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇതിന്റെ കമന്റ് ബോക്സിൽ വന്നാൽ തന്നെ അവിടെ ലീഡേഴ്സ് ഇൻഷാ അല്ലാഹ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യമായ കമ്മ്യൂണിക്കേഷൻ തരും. അപ്പോ നമ്മൾ മനസ്സിലാക്കിയാൽ, പൊതുവെ ഒരു പുതിയ മോഡലുകളൊക്കെ മനസ്സിലാക്കുകയും പിന്നെ അതിനെ ഫോളോ ചെയ്യാൻ തയ്യാറാകുകയും ചെയ്താൽ നമുക്ക് നല്ല വ്യത്യസ്തമായ ഉറവിടങ്ങൾ കണ്ടെത്താൻ പറ്റും. അതിലൂടെ നല്ല ഉത്തരവാദിത്വമുള്ള നല്ലൊരു സ്ട്രീം, നല്ലൊരു പാത വെട്ടിത്തെളിയിക്കാൻ തന്നെ എളുപ്പം സാധിക്കും. ഇനി ആറാമത്തെ ഒരു വിഷയം, ടാലന്റ് ഡെവലപ്മെന്റ്. ടാലന്റ് ഡെവലപ്മെന്റ് അതായത് നമ്മുടെ നല്ലൊരു, ഈ വിഷയത്തിൽ 4 കാര്യമാണ് പറയാനുള്ളത്. ഒന്ന്, നല്ലൊരു ടീമാണ് നമുക്കിതിൽ വേണ്ടത്. ഒരു സ്ഥാപനത്തിലെ സ്റ്റാഫായി അതുപോലെ സ്ഥാപനത്തിന്റെ പ്രധാന ഘടകങ്ങളായി വർക്ക് ചെയ്യുന്ന ടീമിനെ എന്ത് ചെയ്യണം, അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. അതൊക്കെ ഇങ്ങനെ ഒന്നിനെ പറ്റാണ്ടിരിക്കുമ്പോൾ ചെറിയൊരു ന്യൂനത കാണുമ്പോൾ അതിനെ തട്ടി വേറൊന്നെടുത്ത് അങ്ങനെ കളിക്കുന്ന കളിയാകാൻ പാടില്ല. അതൊരു സ്റ്റാൻഡേർഡ് അല്ല. മറിച്ച് എന്താണ് ചെയ്യേണ്ടത്? 4 കാര്യം. ഒന്ന്, ഡിസൈൻ കോംപ്രിഹെൻസീവ് സ്റ്റാഫ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഒരു സ്റ്റാഫ് ഡെവലപ്മെന്റ് പ്രോഗ്രാം വേണം. ഇപ്പോ ഹാപ്പി സോണിന്റെ ഒരു മെയിൻ ട്രെയിനിങ് പ്രോഗ്രാമാണ് ലൈഫ് എൻറിച്ച്മെന്റ് ട്രെയിനിങ്. അതായത് ഒരു ട്രെയിനർ ആകാൻ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ ജീവിതത്തിൽ പലതരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു, അത് പരിഹരിക്കണം എന്ന് ചിന്തിക്കുന്ന, അതല്ലെങ്കിൽ ഒരു സ്കൂളോ ദേവാ കോളേജോ അല്ലെങ്കിൽ വുമൻസ് കോളേജോ മദ്രസയോ ലീഡ് ചെയ്യുന്ന
ഒരു ഒരു പ്രധാന അധ്യാപകൻ, അതല്ലെങ്കിൽ ഒരു അധ്യാപകൻ, അതല്ലെങ്കിൽ ഒരു രക്ഷിതാവ്, അതല്ലെങ്കിൽ വലിയൊരു സംരംഭവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സംരംഭകൻ, എനിവേ ആരാണെങ്കിലും അവർക്ക് അവരുടെ ജീവിതം മെച്ചപ്പെടുത്താനും എന്നുണ്ടെങ്കിൽ ഒരു ജീവിതത്തിലെ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാൻ, പ്രത്യേകിച്ച് ബിഹേവിയർ ട്രാൻസ്ഫോർമേഷൻ, സ്വഭാവത്തിലെ ഒരു കൈമാറ്റം, സ്വഭാവത്തിലെ മോഡിഫിക്കേഷൻ, രൂപീകരണം, ഇങ്ങനെ തുടങ്ങി ലൈഫ് സ്റ്റൈൽ രൂപീകരണം, ഇതിനെല്ലാം നമ്മെ സഹായിക്കുന്ന ഒരു പീരിയോഡിക്കൽ ആയിട്ടുള്ള ഒരു രീതി, സമയബന്ധിതമായ രീതി. എന്താ? 4 മാസം ആഴ്ചയിൽ ഒരു തവണ ഒന്നിച്ചിരിക്കുകയും നമ്മുടെ ജീവിതത്തിൽ നാം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം സംവിധാനങ്ങളിലെ നിലവിലുള്ള അവസ്ഥയും നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും അതിന്റെ ആവശ്യമായ ലക്ഷ്യവും ഒക്കെ വെച്ച് ചർച്ച ചെയ്ത് ഘട്ടമായി പരിഹാരങ്ങളിലേക്ക് പോകുന്ന ഒരു സിസ്റ്റമാണ് ലൈഫ് എൻറിച്ച്മെന്റ് ട്രെയിനിങ്. അത് പ്രധാനപ്പെട്ട ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. താല്പര്യമുള്ളവർക്കൊക്കെ അത് ജോയിൻ ചെയ്താൽ വളരെ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ചെറിയ ഒരു ഫീസ് ലെവലിലേക്ക്, അഥവാ ഭീകരമായ ഫീസുകൾ കൊടുത്ത് പഠിക്കുകയും ഡെവലപ്പ് ചെയ്യുകയും ചെയ്ത കോഴ്സുകളാണ് അത്തരം കോഴ്സുകൾ. ആ കോഴ്സുകൾ നമ്മുടെ പ്രത്യേകിച്ച് പ്രവർത്തകരായ ഒരു ടീമിനെ രൂപീകരിക്കണം, ടീം ഫോർമേഷൻ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ സെറ്റ് ചെയ്ത ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൽ നേരത്തെ നമ്മൾ ലക്ഷങ്ങളൊക്കെ ഫീസ് കൊടുത്ത് പഠിച്ചിരുന്നത് ചെറിയ ഒരു അധ്യാപകന് താങ്ങാൻ പറ്റുന്ന ചെറിയ ഫീസിൽ തന്നെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏത് അത്തരം ലെവലിലുള്ളവർക്കും പറ്റുന്ന രീതിയിൽ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കോൺട്രാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങളും വിവരങ്ങളും ഒക്കെ കൈമാറുന്നത്. ആമസോണിന്റെ ഓരോ സെന്ററിന്റേതും ഇപ്പൊ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് നമ്പർ നമ്പർ ടൈപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സ് ചെക്ക് ചെയ്തിട്ട് എഴുതി വെച്ചാൽ മതി. അപ്പൊ ഇതാണ് സ്റ്റാഫ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. അതായത് ഒരു വാർഷികാടിസ്ഥാനത്തിൽ നമ്മളെ സ്റ്റാഫിനെ എങ്ങനെ പുരോഗമിപ്പിച്ച് ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകാം എന്നൊരു പ്ലാൻ ഉണ്ടാകണം. 2, ക്രിയേറ്റ് മെന്റർഷിപ്പ് ആൻഡ് സക്സഷൻ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നല്ലൊരു മെന്റർഷിപ്പാണ് കൊടുക്കേണ്ടത്. ഒരു പ്രധാന അധ്യാപകൻ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മെന്റർ ആയിരിക്കും. മെന്റർ ആകുക എന്ന് പറഞ്ഞാൽ അവരെ നിരൂപിക്കാനും ശിക്ഷിക്കാനും മാത്രമല്ല അവരാകേണ്ടത്, മറിച്ച് അവർക്കാവശ്യമായ ഐഡിയകൾ കൈമാറുക. ഉപദേശം എന്ന് പറയുമ്പോൾ ഞാൻ ആ വാക്ക് പിൻവലിക്കാൻ കാരണം, ഉപദേശം എന്നത് പലപ്പോഴും ഉപദേശിക്കുന്ന ആളുടെ വികാരം തീരാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതേസമയത്ത് മെന്റർഷിപ്പ് എന്ന് പറയുന്നത് കേൾക്കുന്ന ആളുടെ കേൾക്കുന്ന ആളുടെ സൗകര്യത്തിന് വേണ്ടിയാണ്. ഉദാഹരണം, ഈ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് മദ്രസ പ്രൊജക്ട് ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട ഒരു 10 ദിവസത്തെ മാറ്റർ, ഏകദേശം 5 ദിവസം ഫുൾ ഡേ 24 മണിക്കൂർ എടുത്തിട്ട് ഒരു ലീഡേഴ്സ് ടീമിന് നമ്മൾ ട്രെയിനിങ് കൊടുക്കുകയായിരുന്നു. അവിടെ നല്ല കഴിവുറ്റ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയെ മെന്റർഷിപ്പിന് കൊണ്ടുവന്നു. ഞാൻ ആ വിദ്യാർത്ഥിയോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഉപദേശിക്കുക എന്നത് അത് അശാസ്ത്രീയമാണ്. പകരം ചെയ്യേണ്ടത് നിങ്ങളുടെ ഇപ്പോഴുള്ള അവസ്ഥയെക്കുറിച്ചും നിങ്ങൾക്ക് എത്തിപ്പെടാനുള്ള നേട്ടങ്ങളെ കുറിച്ചും ഒക്കെ നല്ല ധാരണയുള്ള ആളാണ്. നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പറഞ്ഞാൽ ഞാൻ ആ പ്രശ്നത്തിൽ എനിക്കാകാവുന്ന പരിഹാരങ്ങൾ എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ട് ഞാൻ നൽകാം. അതാണ് മെന്റർഷിപ്പിന്റെ ശരിയായ സ്റ്റൈൽ എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോ അതാണ് മെന്റർഷിപ്പ്. അത് സക്സഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ, സക്സഷൻ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ തുടരെ ചെയ്തിട്ട് എന്ത് ചെയ്യണം, ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകാൻ ചെയ്യുന്ന ഒരു സ്റ്റൈലാണ്. ആ സ്റ്റൈലൊക്കെ പഠിക്കാൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ കൺസൾട്ടേഷൻ എന്ന് പറയുന്ന ഒരു സർവീസ് ഉണ്ട്, ഹാപ്പി സോൺ ഉണ്ട്. അത് ബന്ധപ്പെട്ടാൽ നിങ്ങൾ എത്ര വലിയ സ്ഥാപനമാണെങ്കിലും, 5000 കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണെങ്കിൽ പോലും കറക്റ്റ് ആ ഒരു ഫോർമേഷൻ, ആ ഒരു രൂപം അത് സ്ഥാപനത്തിന് പീരിയോഡിക്കലായി സമയബന്ധിതമായി സെറ്റ് ചെയ്ത് കൊടുക്കാൻ ഇൻഷാ അല്ലാഹ് നമ്മുടെ ടീമിന് സാധിക്കും. അപ്പൊ ഇൻഷാ അല്ലാഹ് അതൊരു വിഷയമാണ്. മൂന്നാമത്തെ ഈ വിഷയത്തിലെ മാറ്റർ, ഇംപ്ലിമെന്റ് കോമ്പറ്റിറ്റീവ് കമ്പൻസേഷൻ സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിന് ഒരു പരിഹാര പ്രക്രിയ നയം വേണം. എന്താണ് പറഞ്ഞത്? ഇത് ഏകദേശം ഒരു 4 പേജോളം സെറ്റ് ചെയ്ത ഒരു സബ്ജക്റ്റാണ്. എന്താണ് അതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോ സ്ഥാപനങ്ങളിൽ, മദ്രസയിലാണെങ്കിലും മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണെങ്കിലും ഒക്കെ കാണാം, ചെറിയ ശമ്പളം വലിയ അധ്വാനം. അത്തരം ആൾക്കാരുടെ അധ്വാനം കറക്റ്റ് ട്രാക്ക് ചെയ്യണം. ട്രാക്ക് ചെയ്യാൻ ചില ടൂളുകൾ വേണം. ആ ടൂളുകൾ ഉപയോഗിച്ച് ട്രാക്ക് ചെയ്തതിന് ശേഷം അവരുടെ അധ്വാനത്തിനനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യണം, കോമ്പൻസേഷൻ കൊടുക്കണം.
ഇസ്ലാമികമായ നിലപാട് ഇവിടെയൊക്കെ ശ്രദ്ധേയമാണ്. അതായത് വിയർപ്പ് പറ്റും മുമ്പ് തൊഴിലാളിക്ക് വേതനം കൊടുക്കണം എന്ന് പറയുന്ന ആ കൺസെപ്റ്റ്, ആ കാഴ്ചപ്പാടിന്റെ പിൻബലത്തോടുകൂടെ എന്ത് ചെയ്യണം? അധ്വാനത്തിനനുസരിച്ച് അവർക്ക് പരിഗണന കൊടുക്കണം. അതുപോലെ ഫോസ്റ്റർ കണ്ടിന്യൂസ് ലേണിംഗ് എൻവിറോൺമെന്റ്, തുടർച്ചയായി പഠിക്കുന്ന ഒരു പശ്ചാത്തലം സ്ഥാപിക്കും. അതായത് ഈ ഒരു പരിഹാര പ്രക്രിയകളിലൂടെ ഒക്കെ വരുമ്പോ ക്ലാസ് എടുക്കുന്നു പോകുന്നു. ഈ ഒരു സാഹചര്യത്തിന് പകരം എന്ത് വേണം? ലൈഫ് ഒരു പഠനമാക്കി മാറ്റണം. നമ്മുടെ സ്റ്റാഫിൻ്റെതാണെങ്കിലും മറ്റ് എലമെന്റ്സിനാണെങ്കിലും ഒക്കെ അങ്ങനെ. എത്രത്തോളം ഒരു മദ്രസയാണെങ്കിൽ ആ മദ്രസയിലെ രക്ഷിതാവിനെ പോലും ജീവിതത്തിലുടനീളം പഠിതാക്കളാക്കി മാറ്റാൻ നമുക്ക് പറ്റും. അങ്ങനെ ആക്കിയാൽ എന്താ ഗുണം? ഈ പഠനം എന്ന് പറയുന്നത് വലിയ ആസ്വാദനമുള്ള ഒരു സംഗതിയാണ്. അത് അനുഭവിക്കാൻ പറ്റിയാൽ ലൈഫ് ലോങ് എന്റർടൈം ആണ്. ഒരു സ്റ്റാഫിനൊക്കെ ഈ ഒരു എൻവിറോൺമെന്റ്, പഠന പരിസരം എന്ന് പറയുന്ന സാധനം അവരുടെ ജീവിതത്തിലേക്ക് കൊടുത്താൽ ജീവിതം പുരോഗമിക്കും. ഇപ്പൊ ചിലപ്പോ ചില സ്ഥാപനങ്ങൾ, നമ്മുടെ സ്ഥാപനത്തിൽ വന്ന ഒരു കാൻഡിഡേറ്റ്, ഒരു സ്റ്റാഫ്, അവരുടെ നിലവാരം അനുസരിച്ച് അവർ വലിയ മറ്റൊരു സ്ഥാപനത്തിലോ അല്ല മറ്റു സംവിധാനത്തിലോ പോകാൻ യോഗ്യതയുള്ളവരാണ്. അവരെ സപ്പോർട്ട് ചെയ്ത് വളർത്തിയാൽ അയാൾക്ക് പകരം നമ്മുടെ സ്ഥാപനത്തിനോട് അനുയോജ്യമായ നിരവധി പേരെ കൊണ്ടുവരാൻ അയാൾ തന്നെ തുനിയും. അല്ല, അതിലേറെ കഴിവുറ്റവർ നമ്മുടെ സ്ഥാപനത്തിലേക്ക് എത്താൻ മത്സരിക്കും. അപ്പൊ സ്ഥാപനത്തിന് ഈ ഒരു കൾച്ചർ സ്ഥാപിക്കാൻ, ടാലന്റ് ഡെവലപ്മെന്റ്, ഇത് സ്ഥാപനങ്ങൾക്ക് ഉണ്ടാകേണ്ട മറ്റൊരു നിലപാടാണ്, പ്രധാനപ്പെട്ട ഒരു നിലപാടാണ്. ഈ നിലപാട് നമ്മുടെ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം സ്ഥാപനത്തിന്റെ ഒരു പ്രധാന ഘടകമായി മാറേണ്ടതാണ്, സ്ഥാപനത്തിന്റെ ഒരു പ്രധാന വിഷയമായി മാറേണ്ടതാണ്. കൂടുതൽ വിഷയങ്ങൾ പറയാനുള്ളതുകൊണ്ട് ഞാനത് ചുരുക്കാൻ ശ്രമിക്കുന്നു. ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ, പുതുമകളും ടെക്നോളജിയും നമ്മൾ മാക്സിമം സ്ഥാപനത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ 4 പോയിന്റ്. ഇൻവെസ്റ്റ് ഇൻ കട്ടിംഗ് എഡ്ജ് ടെക്നോളജിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ. അതായത് ടെക്നോളജിക്കലായിട്ട് നമ്മുടെ സ്ഥാപനത്തിന് എന്ത് വേണം? ഒരു നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ വേണം. പഠന ഉപകരണങ്ങളിൽ, അതുപോലെ മറ്റ് ക്ലാസ് റൂമുകളിൽ, എല്ലായിടത്തും ഈ ഒരു ടെക്നോളജിക്കലായ ഇന്നോവേഷൻ. ഇപ്പൊ പുതിയ ടെക്നോളജിയൊക്കെ, ഒരു ടെക്നോളജി പുതിയത് വരുമ്പോ തുടക്കത്തിലൊക്കെ ചിലപ്പോൾ കോസ്റ്റ്ലി ആയിരിക്കും. പക്ഷെ അത് വികസിക്കുമ്പോഴേക്ക് അതിന്റെ കോസ്റ്റ് കുറഞ്ഞു വരും. അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാൻ നമ്മൾ തിരിഞ്ഞാൽ ഒരുപാട് സംവിധാനങ്ങൾ നിലവിലുണ്ട്. ഈ സംവിധാനങ്ങളുടെ ഗുണം എന്താണ്? 10 മണിക്കൂർ എടുത്ത് പഠിപ്പിക്കുന്ന സാധനം 1 മണിക്കൂർ കൊണ്ടോ അരമണിക്കൂർ കൊണ്ടൊക്കെ പഠിപ്പിക്കാൻ കഴിഞ്ഞേ. അത്ര മികവുള്ളതാണ് ടെക്നോളജി. ആ ടെക്നോളജി നമ്മൾ എന്ത് ചെയ്യണം? സ്ഥാപനത്തിന്റെ പഠന സംവിധാനത്തിലേക്ക് കൊണ്ടുവരാം. ഡെവലപ്പ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ സ്ട്രാറ്റജി. അതുപോലെ മറ്റൊന്നാണ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ ആയിട്ടുള്ള പിന്നെ കൈമാറ്റ പ്രക്രിയ, അതിന് നമുക്കൊരു നിലപാട് വേണം. അതായത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാര്യമായിട്ട് പറയുന്ന ഒരു നശീകരണ സ്വഭാവമുള്ള ഒരു ഏരിയയാണ് സോഷ്യൽ മീഡിയ കടന്നുകയറ്റം, സോഷ്യൽ മീഡിയയുടെ കടന്നാക്രമണം. ഈ കടന്നാക്രമണം എന്ന് പറയുന്നത് ഈ സമൂഹത്തിലെ, സത്യത്തിൽ സോഷ്യൽ മീഡിയ സാന്നിധ്യം എന്ന് പറയുന്നത് എന്തല്ല, പ്രശ്നമല്ല, സാധ്യതയാണ്. അവിടെയുള്ള പ്രശ്നം എന്താണ്? സോഷ്യൽ മീഡിയ നിരക്ഷരതയാണ് പ്രശ്നം. സോഷ്യൽ മീഡിയ ലിറ്ററസി, സോഷ്യൽ മീഡിയ സാക്ഷരത, അതിന്റെ ഒരു അഭാവമാണ് ശരിക്കും നമ്മൾ നേരിടുന്ന പ്രശ്നം. അല്ലാതെ സോഷ്യൽ മീഡിയയുടെ സാന്നിധ്യമല്ല പ്രശ്നം. ഇത് ഉൾക്കൊള്ളാൻ പറ്റിയാൽ നമുക്ക് അതിൽ നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ പറ്റും. അതായത് രക്ഷിതാക്കൾക്ക് ഈ കുട്ടി ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന മാറ്റർ എന്താണ് എന്നും അതിലൊരു രക്ഷിതാവിന് എങ്ങനെയൊക്കെ ഇടപെടാമെന്നും ആ വിഷയം പഠിക്കാൻ എന്താണ് വഴി എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഇപ്പൊ ഒരുപാട് സംവിധാനമുണ്ട്. AI ഒക്കെ വന്നതുകൊണ്ട് ഒരുപാട് ടൂളുകൾ നിലവിൽ അവൈലബിൾ ആണ്. അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതാണ്. ഇംപ്ലിമെന്റ് നോളേജ് മാനേജ്മെന്റ് സിസ്റ്റം, അതായത് അറിവിനെ വ്യാപകമായി കൊണ്ടുവരാൻ പറ്റുന്ന, അറിവിനെ നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക്, ഒരു സ്ഥാപനത്തിനൊരു ഡ്രൈവർ ആണെങ്കിൽ പോലും ആ ഡ്രൈവർ എന്ത് ചെയ്യണം? എംപവർ ചെയ്യണം, ആ ഡ്രൈവറെ ഉഷാറാക്കണം. അങ്ങനെ ആകുന്ന സമയത്ത് ആ സ്ഥാപനം, ചിലർ വിചാരിക്കും അങ്ങനെ ഉഷാറാക്കിയാൽ പിന്നെ ഡ്രൈവറായിട്ട് നിൽക്കൂലല്ലോ. വെറുതെ കരുതുകയാണ്. നമുക്ക് ആവശ്യമായ വിഭവങ്ങൾ എപ്പോഴും കിട്ടിക്കൊണ്ടേയിരിക്കും. എല്ലാ എലമെന്റിനെയും എന്ത് ചെയ്യുക? ശാക്തീകരിക്കുക, അറിവുള്ളവരാക്കി മാറ്റുക, അത് എല്ലാ ഇടങ്ങളിലേക്കും കൊണ്ടുവരിക. അങ്ങനെ ഒരു കൾച്ചർ കൊണ്ടുവരിക. ടെക്നോളജി ഇന്നോവേഷൻ, ക്രിയേറ്റ് ഇന്നോവേഷൻ ലാബ്സ് ആൻഡ് റിസർച്ച് ഇനീഷ്യേറ്റീവ്സ്.
അതുപോലെ പുതുമകൾ കണ്ടെത്താനുള്ള ലാബുകൾ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ഥാപനത്തിൽ ഈ പലതരത്തിലുള്ള കാഴ്ചപ്പാടും കഴിവുള്ള സ്റ്റാഫ് ഉണ്ടാകും, വിദ്യാർത്ഥികൾ ഉണ്ടാകും. അവർക്കൊരു പ്രത്യേക സമയവും പ്രത്യേക ഇടവും തീരുമാനിക്കുക. അതെ, ഒരു ചോദ്യം വന്നത് സോഷ്യൽ മീഡിയ ദുരുപയോഗം ഇല്ലാതിരിക്കാൻ സാക്ഷരരാക്കിയാൽ മതി. ഞാനൊരു അനുഭവം കൂടെ അത് പറഞ്ഞ് ആ ഭാഗം കട്ട് ഓഫ് ചെയ്യാം. എന്താണ്, ഒരു സ്ഥാപനത്തിൽ ഞാൻ ഇങ്ങനെ ചെന്നപ്പോ എന്നോട് പറഞ്ഞു, നല്ല കഴിവുള്ള, നല്ല സാമ്പത്തിക ശേഷിയുള്ള, നല്ല ബുദ്ധിശക്തിയുള്ള മക്കളാണ്, പക്ഷേ ഇവരുടെ ദുരുപയോഗങ്ങളും മോശമായ ഡൈവേഷനുകളും മോശമായ തഖല്ലുബാത്ത്, ഈ മോശമായ ഇതിലേക്കുള്ള കൈമാറ്റങ്ങൾ അത് ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഇപ്പോൾ അവരുള്ള ക്ലാസ്സുകൾ, ആ ക്ലാസ്സിലെ പഠന വിഷയങ്ങൾ എടുത്ത് പ്രൊജക്റ്റുകൾ തീരുമാനിക്കുക, ആ പ്രൊജക്റ്റുകൾ അവർക്ക് നൽകുക, എന്നിട്ട് അതിന് റിവാർഡുകളും അതിന് സമ്മാനങ്ങളും പ്രഖ്യാപിക്കുക, സ്ഥാനങ്ങൾ പ്രഖ്യാപിക്കുക. അങ്ങനെ ചെയ്തു. ഒരു മാസം തികയുമ്പോൾ അവർ പറഞ്ഞു, ഇപ്പൊ കുട്ടികൾക്ക് ഭയങ്കര അച്ചടക്കം, അവരുടെ കയ്യിൽ ഫോണോ അല്ലെങ്കിൽ ഈ സ്ക്രീനുകളുണ്ട്, അതായത് ഇന്റർനെറ്റ് കണക്ഷൻ ഉള്ള സ്ക്രീനുകളുണ്ട്, അത് അവർക്ക് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ ഒരു കുട്ടി പോലും ഓരോ ഷോർട്സോ റീൽസോ അനാവശ്യമായ വീഡിയോ കാണുന്നില്ല. ഫുൾ എന്താണ്, ഇൻട്രസ്റ്റഡ് ആണ്, അവർ തൽപരരാണ് അവരുടെ പ്രൊജക്റ്റിൽ. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരാൾ എന്നോട് പറഞ്ഞു, ചില കുട്ടികൾ അവര് ഈ സദസ്സിൽ വെച്ച് അവരെ കുറിച്ച് അവരോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവർ പറയാ, സാർ ഞാൻ ഏറ്റെടുത്ത പ്രൊജക്ട്, ആ പ്രൊജക്ടിന്റെ ഭാഗമായി ഉദാഹരണത്തിന് ഒരാളെ ഏറ്റെടുത്തത് ഒരു സോപ്പ് നിർമ്മാണമാണ്. ആ കുട്ടി പറയാണ്, സോപ്പുമായി ബന്ധപ്പെട്ട എന്ത് ചോദ്യം, എത്രത്തോളം ഒരു സോപ്പ് എത്ര തവണ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഒരു സോപ്പിൽ എന്തൊക്കെ ഘടകങ്ങൾ ചേർന്നിരിക്കണം, ഒരു സോപ്പിന് സമൂഹത്തില് പിന്നെ നിലവിലുള്ള സോപ്പുകളുടെ നിലവാരം എന്താണ്, കമ്പനികളുടെ നിലവാരം എന്താണ്, അതല്ലെങ്കിൽ സോപ്പിന്റെ വില കൂടുന്നത് എന്തുകൊണ്ടാണ്, വില കുറയ്ക്കാനും ക്വാളിറ്റി കൂട്ടാനും എന്തൊക്കെ ചെയ്യാൻ പറ്റും, തുടങ്ങി ഏത് തരം സംശയം ചോദിച്ചാലും ഞാൻ പറയാമെന്ന് ഒരു സെക്കൻഡറി ലെവലിലുള്ള വിദ്യാർത്ഥി പറയുന്ന ഒരു രംഗം. അത് ആ വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കി തീർക്കുന്ന മാറ്റമാണ്. ഇത് സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം ഇല്ലാതായതിന്റെ ഒരനുഭവം ഞാൻ പറഞ്ഞതാണ്. ഇങ്ങനെ നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ്. മറ്റൊന്നാണ് എന്ത് ചെയ്യുക, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എൻഗേജ്മെന്റ്. ഒരു മദ്രസ നടക്കുകയാണ്, ആ മദ്രസയിൽ ആ നാട്ടിലെ മുഴുവൻ സമ്പന്നരുടെയും മുഴുവൻ ഉദ്യോഗസ്ഥരുടെയും മുഴുവൻ കഴിവുറ്റവരുടെയും സാന്നിധ്യം ഉണ്ടാകണം, അവർക്ക് വിഹിതം ഉണ്ടാകണം, അവർക്ക് ഇടപെടാൻ അവസരം ഉണ്ടാകണം, അവരുടേതായ ഒരു കോൺട്രിബ്യൂഷൻ, അവരുടേതായ പങ്ക് ആ സ്ഥാപനത്തിന് വേണം. അങ്ങനെയാണെങ്കിൽ ഒരു മദ്രസ ഒരു സമൂഹത്തിലെ പുഷ്പിച്ചു നിൽക്കുന്ന വലിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായി അത് മാറും. അല്ലെങ്കിൽ എപ്പോഴും ശുഷ്കിച്ച് കിടക്കുന്ന, എപ്പോഴും ചുക്കിച്ചുളിഞ്ഞു കിടക്കുന്ന ഒരു വിഷയമായി മാറാനും അതന്നെ മതി. അപ്പൊ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എൻഗേജ്മെന്റ് ഉണ്ടായാൽ, വ്യത്യസ്തരായ ആൾക്കാരുടെ ഇൻവെസ്റ്റ്മെന്റ്, അവരുടേതായ വിഹിതം നമ്മുടെ ഈ സംവിധാനത്തിന് ഉണ്ടാകണമെന്ന് തീരുമാനിച്ചാൽ, ഇത് സ്കൂളുകൾക്ക് പ്രായോഗികമാണ്, മദ്രസകൾക്ക് പ്രായോഗികമാണ്, മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കെല്ലാം പ്രായോഗികമാണ്. അത് ഒരു ടീമിന്റെയൊക്കെ ബാക്കപ്പോട് കൂടെയൊക്കെ ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ ഹാപ്പി സോണൊക്കെ അത്തരം വിഷയങ്ങളിൽ നല്ല ഒരു ഇടപെടൽ നടത്തുന്നുണ്ട്. അതിന്റെ ആവശ്യമുള്ളവർക്കെല്ലാം വളരെ പെർഫെക്റ്റ് ലെവലിൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന പ്രൊജക്ടുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോ അതൊക്കെ ആവശ്യമുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഡെവലപ്പ് സ്ട്രാറ്റജിക് ആൻഡ് എക്സ്റ്റേണൽ പാർട്ട്ണർഷിപ്സ്, പുറത്തു നിന്നുള്ള ആൾക്കാരെ കൂടി ഇത്തരം വിഷയങ്ങളിൽ ഉൾപ്പെടുത്തുക. ക്രിയേറ്റ് കോംപ്രിഹെൻസീവ് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി, നിലവാരമുള്ള പ്രവർത്തനക്ഷമമായ ആശയവിനിമയ രീതികൾ സ്ഥാപിക്കുക. ബിൽഡ് സ്ട്രോങ് കമ്മ്യൂണിറ്റി ആൻഡ് ഇൻഡസ്ട്രി റിലേഷൻഷിപ്പ്, സമൂഹത്തെയും വ്യവസായ സംരംഭങ്ങളെയെല്ലാം നാം ഇതുമായി ബന്ധപ്പെടുത്തി കൊണ്ടുപോവുക. നാലാമത്തതാണ് ഇംപ്ലിമെന്റ് ഫീഡ്ബാക്ക് ആൻഡ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് മെക്കാനിസം. എപ്പോഴും എല്ലാവരിൽ നിന്നും, വിദ്യാർത്ഥികളിൽ നിന്ന്, രക്ഷിതാക്കളിൽ നിന്ന്, സ്റ്റാഫിൽ നിന്ന്, സമൂഹത്തിൽ നിന്നൊക്കെ അഭിപ്രായങ്ങൾ തേടുക, അഭിപ്രായങ്ങൾ ചോദിക്കുക. ഇങ്ങനെ കൊണ്ടുപോയാൽ എല്ലാവർക്കും വിഹിതം ഉണ്ടാകും, എല്ലാവരും ഇടപെടുന്ന സിസ്റ്റം ഉണ്ടാകും, വലിയ പുരോഗതി ഉണ്ടാകും. എന്റെ സമയം അവസാനിച്ചു. അതുകൊണ്ട് ഞാൻ ഒറ്റ കാര്യം കൂടെ പറയുന്നു, ഫ്യൂച്ചർ പ്രൂഫിംഗ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്ത് വേണം, നമ്മള്
വെല്ലുവിളികൾ നേരിടാൻ, അതുപോലെ ഒരു ശാന്ത സ്വഭാവത്തിലും മികവുറ്റ സ്ഥലത്ത് മുന്നോട്ട് പോകാൻ, പിന്നെ നല്ല ഒരു പ്ലാനോടുകൂടെ മുന്നോട്ട് പോകാൻ, തുടങ്ങിയ പുതുമകളോടുകൂടെ മുന്നോട്ട് പോകാൻ ഇതിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു പിന്നെ ഭദ്രമായ ഒരു ഭാവിയുള്ള ഒരു ഡിസൈൻ, ഈ ഡിസൈൻ നമ്മുടെ കൂടെ ഉണ്ടായാൽ നമുക്ക് വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. മദ്രസ തുടങ്ങി വ്യത്യസ്തമായ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെല്ലാം നമുക്ക് മാറ്റങ്ങളും ഉയരങ്ങളും സൃഷ്ടിച്ചെടുക്കാൻ പറ്റുന്ന അത്ഭുതകരമായ ഒരു ലോകമാണ്. നമുക്കത് ഉൾക്കൊള്ളാനും മുന്നോട്ട് പോകാനും കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കുകയും ആ ഒരു പിന്നെ പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ വിഷയം വലിയ ബഹുമാന്യരായ എൻ്റെ സുഹൃത്തുക്കൾക്ക് മുമ്പിൽ സമർപ്പിച്ച് ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. പിന്നെ സംസാരത്തിൽ പിന്നെ നിങ്ങൾ വന്നുപോയ ഏതെങ്കിലും വിഷയങ്ങളിൽ അപര്യാപ്തത തോന്നിയിട്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. ഇടക്ക് നമ്മുടെ ലീഡേഴ്സ് ടീം ഒന്ന് ശ്രദ്ധിക്കണേ. നമ്മളെ ഗസ്റ്റേഴ്സ് ഇപ്പോ നിലവിൽ എത്തിയോ, എന്താണ് അതിന്റെ നിലവാരം, ഒന്ന് ഷെയർ ചെയ്യോ? അപ്പിസോൺ കുറ്റ്യാടി സ്ട്രീമിലാണോ അഫ്സദ് ഉള്ളത്? അപ്പിസോൺ കുറ്റ്യാടി നിങ്ങളൊന്ന് പിന്നെ മ്യൂട്ട്. നിങ്ങളൊന്ന് റൈസ് ഹാൻഡ് ചെയ്യൂ നജാഫ് സർ. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യാൻ ഒന്ന് അൺമ്യൂട്ട്. ഓക്കെ, സംസാരിച്ചു. ഗസ്റ്റിലെ ചിലര് ഇവിടെ നമുക്ക് ലഭ്യമാണ്. ഗഫൂർ മാഷ്, അതുപോലെ ഹാമിദ് ഉസ്താദ്. ഹാമിദ് ഉസ്താദ് എത്തിയോ? ഹാമിദ് ഉസ്താദ് ലൈനിലുണ്ടായിരുന്നു. ഹാമിദ് ഉസ്താദ് ഉണ്ട്, ലൈനിലുണ്ട്. ഓക്കെ ഓക്കെ. ഹാമിദ് ഉസ്താദിനെ ആദ്യം ഉസ്താദിന് സംസാരിക്കുക അല്ലെ? ഹാമിദ് ഉസ്താദ് സംസാരിക്കും ഒന്ന്. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ആ, കേൾക്കുന്നുണ്ട്. ഞാൻ ഉസ്താദിന്റെ സംസാരത്തില് കേൾക്കന്നായിരുന്നു. അപ്പൊ വളരെ ചുരുക്കിയിട്ട് വിശാലമായ വിഷയങ്ങൾ ഇങ്ങനെ അവതരിപ്പിക്കാനുണ്ട്. അതിൽ ഓരോ ഹെഡിങ്ങും വിശദീകരണം ആവശ്യമുള്ളതാണ്. അപ്പൊ നമ്മള് ഹക്കീം ഉസ്താദിന്റെ ഈ മാനേജിങ് സിസ്റ്റത്തിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങിയതിന് ശേഷം നമുക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ എന്താന്ന് വെച്ചാല്, ഒന്ന്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നില്ല കേട്ടോ, അതാണ്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, ക്ലിയർ ആണ്. ഒരുപാട് പ്രശ്നങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജ് ചെയ്യുമ്പോൾ ദൈനംദിനം ഉണ്ടാവും. പക്ഷെ അതൊക്കെ വളരെ ആസ്വദിച്ചുകൊണ്ട് തന്നെ പരിഹരിക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാകുന്നുണ്ട്. ഉസ്താദിന്റെ സിസ്റ്റത്തിൽപ്പെട്ട ചില കാര്യങ്ങൾ, വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ നമ്മളെ അലിസാൻ പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ നടപ്പാക്കിയപ്പോൾ പൂർണ്ണമായി നടപ്പാക്കിയിട്ടില്ല. അതിന് ടേസ്റ്റ് ചെയ്തപ്പോൾ തന്നെ അതിന്റെ മാറ്റം നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ കോംപ്രിഹെൻസീവായിട്ട് നടപ്പാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് സമയമെടുക്കും. പിന്നെ ഒരുപാട് ട്രെയിനിങ് ക്യാമ്പുകൾക്കും നമ്മൾ ട്രെയിനിങ് സംഘടിപ്പിക്കാറുണ്ട്. ട്രെയിനിങ്ങിൽ നമ്മൾ തന്നെ അറ്റൻഡ് ചെയ്യാറുണ്ട്. പക്ഷെ അതിനൊക്കെ കുറെ ക്ലാസ്സുകൾ നടക്കും. കുറെ ഇംഗ്ലീഷ് അക്ഷരങ്ങളൊക്കെ പറയും, അതിന്റെ ഫുൾ ഫോം പറയും. പിന്നെ ഓരോ വിഷയത്തിനും കുറെ ഫുൾ ഫോം ഉണ്ടാവും, കുറെ അക്ഷരങ്ങൾക്കുള്ള ഫുൾ ഫോം. അതിങ്ങനെ കേൾക്കും നിരന്തരം. പക്ഷെ അതൊന്നും നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല.
അതേസമയത്ത് ഇവിടെ ഉസ്താദിന്റെ സിസ്റ്റത്തിൽ എന്താന്ന് വെച്ചാല് നമ്മൾ ദൈനംദിനുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഏറ്റവും കൂടുതൽ കണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മൾ തന്നെ ശരിയാവും എന്നുള്ളതാണ്. മാനേജ് ചെയ്യുന്ന ആളുകൾ, സ്ഥാപനത്തിന്റെ ലീഡേഴ്സ്, അവര് തന്നെ ശരിയാവുക എന്നുള്ളതാണ്. ആ ശരിയാവൽ എങ്ങനെയാന്ന് വെച്ചാൽ അത് പ്രത്യേക ട്രെയിനിങ്ങിലൂടെ ഹാബിറ്റ് ആയിട്ട് മാറുന്ന രൂപത്തിലേക്ക് ആ ചേഞ്ച് വരും. അത് നമുക്ക് നിരന്തരം ഒരു മോണിറ്ററിങ് നടത്തി നമ്മളെ പര്യാപ്തരാക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മളെ സ്വഭാവം മാറുക. സ്വഭാവം മാറ്റുന്നതിലൂടെ നമ്മൾ പുതിയ ഒരു സിസ്റ്റത്തിലേക്കും ശീലത്തിലേക്കും എത്തുക എന്നുള്ളതാണ്. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇതുവരെ നമ്മളാ കൂടെ നിന്നപ്പോഴുള്ള അനുഭവം അതാണ്. സ്വഭാവം മാറിക്കഴിഞ്ഞാലോ ഇപ്പൊ നിലവിൽ കിട്ടുന്ന റിസൾട്ടിനേക്കാൾ നല്ല റാഹത്തുള്ള സന്തോഷമുള്ള റിസൾട്ട് ആയിരിക്കും കിട്ടുക. അപ്പൊ മറ്റുള്ള ട്രെയിനിങ്ങുകളൊക്കെ ട്രെയിനിങ് ക്ലാസ് ഉഷാറാന്നുള്ള അഭിപ്രായം പറയാന്നല്ലാതെ അതൊന്നും കൊണ്ടുവരാൻ കഴിയില്ല. അതേസമയത്ത് ഉസ്താദിന്റെ സിസ്റ്റം പ്രകാരം മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ ഇപ്പൊ വണ്ടി ഓടിക്കുമ്പോൾ ഒരു പൂച്ച മുന്നിലേക്ക് ചാടിയാൽ അറിയാതെ നമ്മൾ ബ്രേക്ക് ചവിട്ടി പോകുന്ന മാതിരി നമ്മളെടുത്ത് നിന്നുണ്ടാവില്ല ഒരു തെറ്റായ തീരുമാനങ്ങളോ അതല്ലെങ്കിൽ തെറ്റായ ഒരു ഇനിഷ്യേറ്റീവോ വരില്ല. ഇതിൻ്റെയൊക്കെ പുറമെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആകുമ്പോൾ നമ്മൾ കൈകാര്യം ചെയ്യൽ ഒന്ന് സ്റ്റാഫിനെയാണ്, പിന്നൊന്ന് സ്റ്റുഡൻസിനാണ്, പിന്നൊന്ന് രക്ഷിതാക്കളാണ്. ഈ മൂന്ന് ടീമും നമ്മളെ ബഹുമാനിക്കുകയും നമ്മൾ ചെയ്യുന്ന സിസ്റ്റത്തിലേക്ക് പിന്നെ കടന്നു വരികയും അവരടക്കം എൻജോയ് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയും അതിൽ വരാനുണ്ട്. കുറച്ചൊക്കെ നമുക്കും ടേസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായിട്ട് ചെയ്യണമെങ്കിൽ കുറെ അതിലേക്ക് കടക്കണമല്ലോ. അപ്പോൾ നമ്മൾക്ക് ഇതിന്ന് മനസ്സിലാവുന്ന വെച്ചാൽ ചെറിയൊരു മദ്രസ മാത്രം എടുക്കുക. ആ മദ്രസ ഒരു വേൾഡ് ക്ലാസ് ലെവലിലേക്ക് അതിൻ്റെ മദ്രസ കൊണ്ട് ഉദ്ദേശിക്കുന്ന ആ ഉദ്ദേശങ്ങൾ പൂർണ്ണമായിട്ട് നടപ്പാക്കാൻ ചെറിയ പൊടിക്കൈകൾ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. അത് ഈ സിസ്റ്റം ചെറിയൊരു മഹലിൽ ഒരു 1-2 മദ്രസക്ക് ഉൾപ്പെടുത്തിയിട്ട് ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ട് ഒന്നായിട്ട് നടപ്പാക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതേ സിസ്റ്റത്തിന് വലിയ സ്ഥാപനങ്ങളിലേക്കൊക്കെ വ്യാപിക്കുകയാണ് കുറച്ച് പ്രയാസമാണ് വ്യാപിപ്പിക്കാനെങ്കിലും അതിലേക്ക് വരുന്നതിനനുസരിച്ച് നല്ല മാറ്റം എല്ലാ വിഷയത്തിലും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ മദ്രസകൾ സ്ഥാപനങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അതും വളരെ ഈസി ആയിരിക്കും. ശരിക്കും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയും. മാത്രമല്ല പഴയ കാലത്ത് തീരെ പരിഹരിക്കാൻ പറ്റാത്തതായിട്ട് നമ്മൾ കണ്ട വിഷയങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ഹെല്ലായി പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതിപ്പോ ഞാനിവിടെ പറഞ്ഞത് കൊണ്ടോ അല്ല ഉസ്താദിന്റെ ഒരു ക്ലാസ് കേട്ടോണ്ടോ ഇപ്പൊ എന്ത് ചെയ്യൂല, അതൊന്നും ഇപ്പൊ മനസ്സിലാവില്ല. അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങണം. ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഒരു ടീമായിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ സക്സസ് ആയി. ആ ടീമിൽ നിന്ന് 1-2 ആളുകൾ മാറി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് ചെറിയൊരു പ്രയാസങ്ങൾ വരും. അതൊക്കെ നമ്മളെ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഇത് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം വളരെ എഫക്റ്റീവ് ആക്കാനും ആസ്വദിച്ച് ചെയ്യാനും നല്ല റിസൾട്ട് ഉണ്ടാക്കാനും സാധിക്കുന്ന ഒരു സിസ്റ്റം ആണെന്നുള്ളതാണ് ആ വിഷയത്തിൽ ഇപ്പൊ അടിവരട്ട് പറയാനുള്ളത്. എനിക്ക് തന്നെ അതിലേക്ക് ഞാൻ കുറെ ഇറങ്ങാനുണ്ട്. അതിന് ഒരു വാക്ക് മാത്രമേ ഇതിൽ എത്തിയിട്ടുള്ളൂ. ഇൻഷാ അല്ലാ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഉണ്ടാവും, കുറെ എക്സ്പീരിയൻസ് ഒക്കെ പറയാനുണ്ടാവും. ഒരു സ്ഥാപനം എന്നുള്ള നിലക്ക് നമുക്കതിന്റെ ടേസ്റ്റ് ചെയ്തോടത്തോളം അനുഭവം ഞാൻ പറഞ്ഞു. ഇൻഷാ അല്ലാ ഏതെങ്കിലും സമയത്തുണ്ടെങ്കിൽ സംസാരിക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്. പിന്നെ ഞാന് അൽ-ഇഹ്സാൻ എന്ന സ്ഥാപനം, നമ്മളെ വേങ്ങരയിൽ നടക്കുന്ന സ്ഥാപനം, ഒരു സ്ഥാപന കൂട്ടം, അതിലെ പ്രഗത്ഭരായ നമ്മളെ പ്രിയപ്പെട്ട കൂട്ടുകാരിൽ പലരും ട്രെയിനിങ്ങിന് വേണ്ടി ബന്ധപ്പെട്ടിട്ടുണ്ടായി, നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ പലപ്പോഴും ഞാൻ അൽ-ഇഹ്സാൻ എന്നത് ഒരു കേട്ടുകേൾവി എന്നതിലുപരി നേരെ അവിടെ ഇടപെടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോ അൽ-ഇഹ്സാൻ എന്ന സ്ഥാപനത്തിൽ ഞാൻ നേരിട്ട് പോവുകയും അവിടെ സ്ഥാപനത്തിന്റെ സ്ഥാപനത്തിൽ ചെല്ലാനും കാണാനും ഒക്കെ കഴിഞ്ഞപ്പോ നല്ല നിലവാരത്തിലും ഉയർന്ന രീതിയിലും ഒക്കെ ഭംഗിയായിട്ട് കാര്യങ്ങൾ പോകുന്നു എന്ന് മാത്രമല്ല, അതിലൊരു സ്ട്രാറ്റജി ഉണ്ട്. ഞാനിവിടെ പരാമർശിച്ചതിലെ ചില വിഷയങ്ങളിൽ നല്ല മികവുറ്റ കേരളത്തിലെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വേറിട്ട രീതിയിൽ നല്ലൊരു
സ്ട്രാറ്റജി അത് ഉൾക്കൊള്ളുന്ന ചില മേഖലകൾ ഉണ്ടായിരുന്നു, എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനിടക്കാണ് അതിങ്ങനെ അതിന്റെ ഉറവിടം തേടുന്നതിനിടക്കാണ് ഞാനൊരു ദിവസം എന്റെ സുഹൃത്ത് അൻവർ ഹസനിയുടെ കൂടെ ആ സ്ഥാപനത്തിൽ പോവുകയും പിന്നെ അമീർ ഉസ്താദിനെ കാണുകയും ചെയ്യുന്നു. അപ്പോഴാണ് ഞാൻ അമീർ ഉസ്താദിന്റെ ആ കരങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ഞാനത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, അമീർ ഉസ്താദ് നിങ്ങൾ ഈ പറഞ്ഞ പ്രൊജക്ട് ഒക്കെ കേട്ടോന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞപ്പോ താല്പര്യത്തോടെ ആ വിഷയത്തിൽ ഇടപെട്ടു എന്ന് കൂടി പറഞ്ഞപ്പോ എന്നാ ഇത് സംഭവമാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. പിന്നെ കുറച്ചുകൂടി പഠന വിധേയമാക്കിയപ്പോൾ മനസ്സിലായി അൽഹംദുലില്ലാഹ് സ്ഥാപനത്തിന്റെ ഉറവിടമായ വലിയ മഹാനും വലിയ പണ്ഡിതനും എന്താണ് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത വലിയ ഒരു പ്രതിഭാശാലിയായ മഹാനായിരുന്നു ടി ഉസ്താദ്. അള്ളാഹു മഹാനവറുകളുടെ പരലോക ദർജ ഉയർത്തുമാറാകട്ടെ. അത്തരം മഹാന്മാരുടെയൊക്കെ മദത് അള്ളാഹു നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നൽകുമാറാകട്ടെ. അഹമ്മദ് ഉസ്താദ് നമ്മുടെ കൂടെ ഇത്രയും സമയം ചെലവഴിക്കുകയും ഇടപെടുകയും ചെയ്തതിന് പ്രത്യേകിച്ച് സന്തോഷം അറിയിക്കുന്നു. അള്ളാഹു ആ സ്ഥാപനത്തിനും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അള്ളാഹു എല്ലാ ഖൈറും എല്ലാ സന്തോഷവും പ്രദാനം ചെയ്യട്ടെ എന്ന് നന്ദിയായി പ്രാർത്ഥിക്കുന്നു. ഗഫൂർ സാറ് ഒക്കെ ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. നാദാപുരം TM ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രിൻസിപ്പാളും ഫിസിക്സ് സബ്ജക്റ്റിലെ PhD ഹോൾഡറും പിന്നെ ദീർഘകാലത്തെ അധ്യാപക പരിചയവും അതോടൊപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട് ലീഡ് ചെയ്ത പരിചയമുള്ള ആൾ കൂടിയാണ് ബഹുമാനപ്പെട്ട ഗഫൂർ സാറ്. ഗഫൂർ സാറ് കുറ്റ്യാടി സ്വദേശിയാണ്. പിന്നെ നമ്മുടെ ഹാപ്പി സോണിന്റെ കൂടെ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുകയും നമ്മുടെ ഈ ജേണിയിൽ ഈ യാത്രയിൽ നമ്മുടെ കൂടെ സഞ്ചരിക്കുകയും ചെയ്ത പ്രധാന വ്യക്തികളിൽ ഒരാൾ കൂടിയാണ്. ഗഫൂർ സാർക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റും. ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. വെൽക്കം. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. കേൾക്കാൻ വരുന്നുണ്ടല്ലോ? ക്ലിയർ ആണ്. ഞാൻ അക്കീം ഉസ്താദ് പരിചയപ്പെടുത്തിയതുപോലെ കഴിഞ്ഞ ഒരു 18 വർഷത്തോളമായി നാദാപുരം TM ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്ത് വരികയാണ്. ഈ ഒരു കാലയളവിനുള്ളിൽ ഒരുപാട് ഇത്തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ തന്നെ സ്ലൈഡ് വെച്ചിട്ടും അല്ലാതെയും ഒക്കെ തന്നെ അതിൻ്റെ തിയറി വശങ്ങൾ, അതിൻ്റെ നോളജ് ലെവലിലുള്ള കാര്യങ്ങൾ അങ്ങനെ വിശദീകരിച്ച് പോകും. ചിലരാണെങ്കിൽ കുറച്ച് നർമ്മമൊക്കെ കലർത്തി കുറച്ച് ആക്ടിവിറ്റീസൊക്കെ വെച്ച് നമുക്ക് കേൾക്കുന്ന ആളുകൾക്ക് ഒരു ബോറടിക്കാത്ത രീതിയിൽ സംഗതി കൈകാര്യം ചെയ്ത് പോകും. 1-2 ആഴ്ച കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ നമ്മൾ മറക്കും, ഒക്കെ പഴയതുപോലെ പോകും. ഇങ്ങനെയാണ് സാധാരണ ഉള്ള ഒരു അവസ്ഥ. അപ്പോൾ അതിനിടക്കാണ് ഇതിന് അക്കീം ഉസ്താദുമായിട്ട് ഒരു അവിചാരിതമായിട്ട് ഇങ്ങനെ ബന്ധപ്പെടേണ്ടി വരികയും പിന്നീട് അക്കീം ഉസ്താദിന്റെ ഒരു ഇൻസ്പിറേഷൻ കൊണ്ട് വേറെ കുറച്ച് ലെവലിലുള്ള കാര്യങ്ങൾ പഠിക്കാൻ ഇടവരികയും ചെയ്തപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. അപ്പോൾ പ്രധാനമായിട്ടും നമുക്കറിയാം ഓരോ ഇൻസ്റ്റിറ്റ്യൂഷന്റെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. ഇപ്പം ഞാൻ കൈകാര്യം ചെയ്യുന്നത് ഒരു എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. അവിടെ കരിക്കുലം അത് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്, അതിൽ നമുക്ക് ഇടപെടാൻ കഴിയില്ല. അതുപോലെ തന്നെ അത് സിസ്റ്റങ്ങളിലൊന്നും കാര്യമായ മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കില്ല. അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ മാത്രമാണ് നമ്മളെ കയ്യിലുള്ളത്. അതുപോലെ തന്നെ മറ്റു സ്ഥാപനങ്ങൾ, മദ്രസകൾ, അറബി കോളേജുകൾ, ഇത്തരം കോളേജുകളൊക്കെ തന്നെ ഓരോന്നിനും ഓരോ സാഹചര്യമാണ് ഉണ്ടാവുക. ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരാണോ ഈ സ്ഥാപനം ലീഡ് ചെയ്യുന്നത് അവരുടെ ഒരു മനോഭാവത്തിനും ആറ്റിറ്റ്യൂഡിനും അനുസരിച്ചിരിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ മാറ്റം വരുത്തേണ്ടത് ഈ ലീഡറുടെ സ്വഭാവത്തിലും അതുപോലെ തന്നെ ലീഡറുടെ ആറ്റിറ്റ്യൂഡിലുമാണ്. അപ്പം അങ്ങനെ മാറ്റം വരണമെങ്കിൽ അതൊരു നോളജ് ലെവലിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കിട്ടിയതുകൊണ്ട് ആവുന്നില്ല. പകരം അത് നമ്മുടെ ബിഹേവിയറിന്റെ, നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് എപ്പോഴാണോ ഈ കോൺസെപ്റ്റുകൾ മാറുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് മാത്രമേ നമുക്കിത് യഥാർത്ഥത്തിൽ നമുക്ക് ഈ
ഒരു പ്രവർത്തന പദത്തിലേക്ക് ഇത്തരം അറിവുകൾ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതിന് ഏറ്റവും ഉതകുന്ന, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയ ട്രെയിനിങ്ങുകളിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുള്ളത് ഒന്ന് ലെറ്റ് തന്നെയാണ്. ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലൈഫ് എൻറിച്ച്മെന്റ് ട്രെയിനിങ്. ഈ ട്രെയിനിങ്ങിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ ഒന്നും പഠിപ്പിക്കുന്നില്ല. ഒരു നോട്ട് പോലും നമ്മൾ എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. നമ്മളവിടെ അങ്ങനെ ഇരുന്നേച്ചാൽ മതി. അങ്ങനെ ഒരു 3-4 ആഴ്ച അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ അതിൽ പങ്കെടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സ്വഭാവത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ മാറ്റങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ സ്റ്റാഫിലേക്ക് അതിന്റെ ഇഫക്റ്റുകൾ എത്തിച്ചേരുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സ്റ്റാഫിൽ എത്തിക്കഴിഞ്ഞാൽ അത് കുട്ടികളിലേക്ക് എത്തുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മൾ കതിരിൽ വളം വെക്കുക എന്ന് പറഞ്ഞ പോലെ കുട്ടി നന്നാവണം, കുട്ടിക്ക് പിന്നെ കിട്ടണം എന്ന് പറഞ്ഞിട്ട് അവനെ മാത്രം ഫോക്കസ് ചെയ്യുന്നതിന് പകരം ഈ കുട്ടിയിലേക്ക് അറിവും അതുപോലെ തന്നെ നമ്മുടെ മൂല്യങ്ങളും ഒക്കെ പകർന്നു കൊടുക്കേണ്ട അധ്യാപകരും അധ്യാപകരെ നിയന്ത്രിക്കേണ്ട പ്രധാന അധ്യാപകരും മാറ്റം വരുന്ന സമയത്ത് തീർച്ചയായിട്ടും സ്ഥാപനം നന്നായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് എൻ്റെ അനുഭവം. അത് മാത്രമല്ല, ഒരുപാട് വിദ്യാർത്ഥികളെ നമുക്ക് സഹായിക്കാനും സാധിച്ചിട്ടുണ്ട്. ഈ ലെറ്റിൽ പങ്കെടുത്തുകൊണ്ട് എനിക്ക് ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് പലപ്പോഴും ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില മാറ്റങ്ങൾ ചില വിദ്യാർത്ഥികളിൽ കണ്ട് നമ്മൾ സ്റ്റാഫും എല്ലാവരും ഞെട്ടിപ്പോയിട്ടുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയാതെ. അത്തരത്തില് നമുക്ക് തീർത്തും നമ്മളെ എഫർട്ട് ഉണ്ടാണെന്ന് പറയുന്നില്ല. എന്നിരുന്നാലും ഒരു 90% നമുക്കവരെ സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ തന്നെ ഈ ലെറ്റ് സഹായിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് പ്രധാനമായിട്ടും ഇവിടെ പറയാനുള്ളത്. പിന്നെ മദ്രസ മാനേജ്മെന്റ് മദ്രസ ഒന്ന് പുനഃക്രമീകരിക്കുന്ന ഭാഗമായിട്ടുള്ള ചർച്ചകൾ നേരത്തെ ഉസ്താദിന്റെ ക്ലാസ്സിൽ വന്നതുമായി ബന്ധപ്പെട്ട് എൻ്റെ നാട്ടിലുള്ള മദ്രസയിൽ ഇന്ന് ഒരു പരിപാടി നടന്നിരുന്നു. ഇൻഷാ അല്ലാഹ് അത് തൊട്ടടുത്തുള്ള ഒരു 5-10 മദ്രസയിലും കൂടെ വ്യാപിച്ചിട്ട് ഒരു പ്രോഗ്രാമായിട്ട് നടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ല ഫലം കിട്ടും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഇനിയും ഗസ്റ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ഹാപ്പി സോണിനും അതുപോലെ തന്നെ ഹക്കീം ഉസ്താദിനും ഈ പരിപാടിയിലൊക്കെ എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അൽഹംദുലില്ലാഹ്, ജസാക്കല്ലാഹു ഖൈർ. താങ്ക് യു. സാറ് നമ്മുടെ കൂടെ പങ്കെടുക്കുകയും അതിൽ പറഞ്ഞ പരാമർശങ്ങൾ വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗമുണ്ട്. അതായത് നമ്മളെ ലൈഫ് എൻറിച്ചിങ് പ്രോഗ്രാമില് സത്യത്തിൽ മെനക്കെടൊന്നുമില്ല, ചെയ്യാനൊന്നുമില്ല, വർക്ക് ചെയ്യാനൊന്നുമില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു രസം, അതിന്റെ ഒരു അത്ഭുതകരമായ ഒരു വശം. പകരം നമുക്ക് സ്വമേധയാ മാറാൻ കഴിയുന്നു, ആ മാറ്റം മറ്റുള്ളവരിലേക്ക് വളരെ വേഗത്തിൽ പകർന്നു കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളത് ഒരു കൗതുകരമായ നല്ലൊരു നമ്മളെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മളോട് സംസാരിക്കാൻ വേണ്ടി ഉവൈസ് ഫലാഹി അവറുകളെ ക്ഷണിക്കുകയാണ്. നാദാപുരത്തെ പ്രഗത്ഭ പണ്ഡിത കുടുംബത്തിൽ ഉള്ള ആളും അതോടൊപ്പം പിന്നെ സൈക്കോളജി മേഖലയിൽ നല്ല സേവനങ്ങൾ അനുഷ്ഠിക്കുകയും കൂടാതെ കോളേജിലായും അതുപോലെ പിന്നെ ക്ലിനിക്കിലായും ഒക്കെ മനഃശാസ്ത്രപരമായ സമീപനങ്ങളിലൊക്കെ നല്ല സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾ കൂടിയാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ ഉവൈസ് ഫലാഹി. നമ്മുടെ കൂടെ ഈ ജേണിയിൽ, ഹാപ്പി സോൺ ജേണിയിൽ പങ്കാളിയാവുകയും കൂടെ ഈ സഞ്ചാരത്തിൽ നമ്മുടെ കൂടെ പങ്കെടുക്കുകയും ചെയ്ത ആൾ കൂടിയാണ്. അദ്ദേഹം ചെറിയ വാക്കുകളിൽ നമ്മളോട് കൂടെ പങ്കുചേരുന്നു. വളരെ സ്നേഹത്തോടെ ആദരവോടുകൂടെ അദ്ദേഹത്തെ നമ്മുടെ ഈ ഒരു ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. മ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമയം വളരെ അതിക്രമിച്ചത് കൊണ്ട് തന്നെ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ഒരു താല്പര്യവും ഈ പരിപാടി കേൾക്കാനുള്ള ഒരു താല്പര്യവും കൊണ്ടാണ് ഇതിൽ ഇത്രയും നേരം നമ്മളൊക്കെ കഴിച്ചു കൂട്ടിയത്. തീർച്ചയായും വളരെ വളരെ ഉപകാരപ്രദമായ ഒരുപാട് വിജ്ഞാനങ്ങൾ നമുക്ക് ഇതുവഴി ലഭിച്ചു എന്ന് മനസ്സിലാക്കുകയാണ്. ഞാൻ ഇവിടെ സൂചിപ്പിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്,
വളരെ നേരത്തെ തന്നെ സൈക്കോളജി ഫീൽഡിൽ അനൗദ്യോഗികമായി പ്രവർത്തിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് എവിടെ നിന്നൊക്കെ ട്രെയിനിങ്ങുകൾ ലഭ്യമാവുമെന്നും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ക്ലാസ്സുകൾ എവിടെ നിന്ന് ലഭ്യമാവുമെന്നും അന്വേഷിച്ച് നടക്കുകയും ചെയ്ത ഒരാളാണ് ഞാൻ. ആ കൂട്ടത്തിൽ അൽഹംദുലില്ലാഹ് MSW അതിന്റെ ഒരു ഔദ്യോഗികമായ ഒരു PG ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരുപാട് സൈക്കോളജിസ്റ്റ്, പ്രഗത്ഭരായ സൈക്കോളജിസ്റ്റുകളുമായിട്ടൊക്കെ നേരിട്ട് ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ സന്ദർഭത്തിലെല്ലാം എന്നെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു വലിയ വിഷയമായിരുന്നു ഈ ഫീൽഡ് എന്ന് പറയുന്നത് വലിയൊരു ഫീൽഡാണെന്നും സത്യത്തിൽ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത് നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്ന ഒരു ആത്മവിശ്വാസക്കുറവ് വല്ലാതെ എന്നെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു ഘട്ടത്തിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കെ തന്നെ ഞാൻ നാദാപുരത്ത് ഒരു ക്ലിനിക്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ തന്നെയാണ് അതിനിടയിൽ ഹാപ്പി സോൺ ഇങ്ങനെ ഒരു പരിപാടിയുമായിട്ട് ഹക്കീം ഉസ്താദിന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് അറിഞ്ഞത്. ഉവൈസ് ഉസ്താദിന്റെ ആ സൗണ്ട് ഒന്ന് കട്ടായിട്ടുണ്ട്. അത് നെറ്റ് പ്രോബ്ലം ആയിരിക്കും. നമ്മുടെ ഗസ്റ്റ് ഇനി ആരെങ്കിലും വന്നതുണ്ടോ നജാബ് ഉസ്താദ്? ആ നജാബ് ഉസ്താദ് ഒന്നാണ് നോക്കി. നൗഷാദ് മാഷി ലൈനിലുണ്ട്. നൗഷാദ് മാഷെ ഇതൊന്ന് പറയാം. പിന്നെ പേര് ഇതിൽ കൊടുത്തത് എന്താണ്? നൗഷാദ് മാഷി ഉണ്ടാവും. ശരി. ഉസ്താദിൻ്റെത് ഔട്ടായി പോയതാന്ന് തോന്നുന്നില്ലേ? ഹലോ, കട്ടായി പോയതാണ്. പറഞ്ഞു അത് കട്ടായി പോയതാണ്. ഓക്കെ. വളരെ അത്ഭുതകരമായി തോന്നുകയും മാത്രമല്ല വളരെയധികം സിമ്പിളായി അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ, പ്രത്യേകിച്ച് ട്രെയിനിങ്ങുകൾ, പ്രത്യേകിച്ച് ഞാൻ വർക്ക് ചെയ്യുന്നത് കൗൺസിലിംഗ് മേഖലയിലാണ്. കൗൺസിലിംഗ് മേഖലയിലൊക്കെ വളരെ ദൈർഘ്യത്തോടു കൂടെ ചെയ്തിരുന്ന പല കേസുകളും കൈകാര്യം ചെയ്തിരുന്നത് വളരെയധികം സമയമെടുത്തിട്ടും വളരെ ബുദ്ധിമുട്ടിയുമായിരുന്നു. പക്ഷെ അതിനെല്ലാം ഏറ്റവും എളുപ്പത്തിലും വളരെ സിമ്പിളായ ടെക്നിക്കുകൾ എന്ന് പറയുമ്പോൾ അത് ശരിക്കും പരിശീലിച്ചിട്ടുണ്ടാവുന്ന ടെക്നിക്കുകൾ തന്നെയാണ്. കേവലം ഒന്നോ രണ്ടോ എന്തെങ്കിലും വാക്കുകൾ കൊണ്ടോ മറ്റോ ഉണ്ടാവുന്ന അങ്ങനെയൊന്നുമല്ല. ശരിക്കും അത് ഒരു പരിശീലനത്തിലൂടെ, നേരത്തെ പറഞ്ഞതുപോലെ ലെറ്റ് എന്ന് പറയുന്ന ആ ഒരു സംവിധാനം അത് എത്രമാത്രം നമുക്ക് ഉപകരിച്ചിട്ടുണ്ട് എന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ഇതിൽ ദീർഘിപ്പിച്ച് സംസാരിക്കുകയല്ല, മറിച്ച് നമ്മള് പലപ്പോഴും നമുക്കുണ്ടാവുന്ന മുൻധാരണകൾ മാറ്റി വെറുതെ ഒന്ന് സമീപിച്ച് നോക്കിയാൽ
അത്ഭുതങ്ങൾ തീർച്ചയായും നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും, പ്രത്യേകിച്ച് പിന്നെ നമ്മുടെ അധ്യാപനവുമായി ബന്ധപ്പെട്ട്, പാരന്റിങ്ങുമായി ബന്ധപ്പെട്ട്, മറ്റ് സ്കൂൾ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട്, പിന്നെ അങ്ങനെ തുടങ്ങി എന്തൊക്കെ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ. കാരണം അത്രയും ദർസും മുദരിസും ഒക്കെ ആയിട്ടുള്ള അവസരത്തിൽ പോലും ഒരുപാട് അധ്വാനിച്ചും ഒരുപാട് കഷ്ടപ്പെട്ടും ഒരുപാട് ദീർഘയാത്രകൾ നടത്തിയും പഠനം നടത്തിയും ഉണ്ടാക്കിയെടുത്ത ഒരു നോളജാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഉള്ളത് എന്ന് ഈ അവസരത്തിൽ പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അത് നമുക്ക് അതുകൊണ്ട് കിട്ടിയ ഗുണം അത് മനസ്സിൽ നിന്ന് തന്നെ പിന്നെ എടുത്ത് പറയേണ്ട ഒരു സംഗതി തന്നെയാണ്. അള്ളാഹു താല ഇനിയും ഒരുപാട് ഉപകാരങ്ങൾ, സമൂഹത്തിന് സേവനങ്ങൾ അർപ്പിക്കാൻ ഹാഫീസ് കൊണ്ടും ബഹുമാനപ്പെട്ട ഉസ്താദുകൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാഹ്. ഉസ്താദ് നമ്മുടെ കൂടെ ഒരുപാട് പലപ്പോഴായി കൂടെ ചേർന്നിട്ടുണ്ട്. ഈ നല്ല സംരംഭത്തിൽ ഇത്രയും സമയം കൂടെ ഇരിക്കുകയും നമ്മളെ കൂടെ സമയം ചെലവഴിക്കുകയും അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ചെയ്തതിന് ഹാപ്പി സോണിന്റെ എല്ലാ കൃതജ്ഞതയും അറിയിക്കുന്നു, എല്ലാ സന്തോഷവും അറിയിക്കുന്നു. ജസാക്കല്ലാഹു ഖൈറൻ കസീറൻ. ഇൻഷാ അല്ലാഹ് തുടർന്നും നമ്മുടെ ഈ ജേണിയിലൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാകണമെന്ന് കൂടി ആവശ്യപ്പെടുന്നു. ഇനി നമ്മളോട് സംസാരിക്കാൻ തിരൂര് MET സ്കൂൾ പ്രിൻസിപ്പാൾ കൂടിയായ, വളരെ നമ്മുടെ കുറഞ്ഞ കാലയളവ് കൊണ്ട് വളരെ നല്ലൊരു ബന്ധം രൂപപ്പെടുകയൂടെ ചെയ്ത ബഹുമാനപ്പെട്ട നൗഷാദ് സാറെ നാം ഈ പ്രോഗ്രാമിലേക്ക് ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം. അൽഹംദുലില്ലാഹ്, നല്ലൊരു സെഷൻ ആയിരുന്നു. തീർച്ചയായും ഉസ്താദിന്റെ സെഷനുകളൊന്നും മിസ്സാക്കാറില്ല. ശരിക്കും ഉസ്താദിലേക്ക് ഒരു കണക്ഷൻ ലഭിക്കുന്നത് നമ്മുടെ സ്കൂളുകളിൽ വരുന്ന പുതിയ കാലത്തുണ്ടാകുന്ന പല പ്രയാസങ്ങളിലും നമ്മൾ അതിനൊരു താൽക്കാലിക സൊല്യൂഷൻ കാണുകയും ജസ്റ്റ് ഒരു തൊലിപ്പുറത്ത് ചികിത്സ കൊടുത്ത് ആ ഒരു സമയത്ത് അതിനൊരു സൊല്യൂഷൻ ആയി എന്ന് ടീച്ചേഴ്സ് ആവട്ടെ അല്ലെങ്കിൽ മാനേജിംഗ് ലെവലിൽ ഇരിക്കുന്നവർ സമാധാനിക്കുകയും സമാനമായ പ്രശ്നങ്ങൾ വീണ്ടും സ്കൂളുകളിലും മറ്റും കാണുന്ന ഒരു അവസരത്തിലാണ് മാനേജ്മെന്റുമായി ഡിസ്കസ് ചെയ്ത് പ്രോപ്പറായ ഒരു പെർമനന്റ് സൊല്യൂഷനിലേക്ക് എത്തണം എന്നുള്ളതും. മറ്റൊന്ന്, നമ്മളെപ്പോഴും പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലൊക്കെ രക്ഷിതാക്കൾ ഒരു സ്ഥാപനത്തിന്റെ ന്യൂനതകൾ കണ്ടെത്താനും സ്ഥാപനത്തിന് അഗെയിൻസ്റ്റായി നിൽക്കാനും ശ്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ നിന്നും മാറി സ്ഥാപനം രക്ഷിതാവിന്റെയും കുട്ടിയുടെയും കൂടെയാണ് എന്നുള്ള രൂപത്തിലേക്ക് മാറ്റിയെടുക്കണം എന്നുള്ള ഡിസ്കഷനിന്റെ ഭാഗമായിട്ടാണ് ഹാപ്പി സോണുമായിട്ടും അക്കീം ഉസ്താദുമായിട്ടൊക്കെ സമീപിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ടീച്ചേഴ്സിന്റെയും രക്ഷിതാക്കളുടെ ഒക്കെ ട്രെയിനിങ് കഴിഞ്ഞു. വളരെ ഭംഗിയായി ഒരുപാട് പ്രതീക്ഷയോടുകൂടി തന്നെ ഇനി അതിന്റെ കണ്ടിന്യൂവേഷനൊക്കെ വെക്കേഷനിൽ നടക്കുന്നു. തീർച്ചയായും അടുത്തൊരു അക്കാദമിക് ഇയർ ഹാപ്പി സോൺ മുൻപോട്ട് വെക്കുന്ന ആ ഒരു മോട്ടീവിലൂടെ തന്നെ സ്കൂളിനെ കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. തുടക്കത്തിലൊക്കെ ഉസ്താദിന്റെ ആശയങ്ങൾ നമ്മുടെ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിലൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അറൌണ്ട് ഒരു 60+ ടീച്ചേഴ്സിന്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആയിരുന്നു അത്. അതിനകത്ത് ഇത് പോസിബിൾ ആണോ എന്ന് വരെ പല ആളുകൾ ടീച്ചേഴ്സും ഉസ്താദിനറിയും സംസാരിച്ചിരുന്നു. ഇത് പിന്നീട് കിട്ടുന്ന ഫീഡ്ബാക്ക് ടീച്ചേഴ്സ് അവരുടെ സ്വന്തം വീടുകളിൽ അന്നത്തെ സെഷനുകളിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ അപ്ലൈ ചെയ്യുകയും അവർക്കുണ്ടായ പോസിറ്റീവ് ഫീഡ്ബാക്ക്, അവരുടെ മക്കളിൽ നിന്നുണ്ടായ പോസിറ്റീവ് ഫീഡ്ബാക്ക് ഷെയർ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ആ ടോപ്പിക്കിലേക്ക് കോൺഫിഡൻസ് ഉണ്ടാവുകയും കൂടുതൽ ട്രെയിനിങ് സെഷനിലൂടെ ഒരു പ്രൊജക്റ്റായി തന്നെ നമ്മുടെ സ്കൂളിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തത്. തീർച്ചയായും പുതിയ കാലത്ത് പാരന്റിങ്ങും അതേപോലെ ടീച്ചേഴ്സ് എങ്ങനെ കുട്ടികളെ മാനേജ് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും വലിയ അഭാവമെന്ന് നമ്മളടക്കം സ്കൂൾ മാനേജ് ചെയ്യുന്ന ആളുകളടക്കം മനസ്സിലാക്കുന്നത് ഉസ്താദിന്റെ സെഷനുകളിൽ നിന്നാണ്. പലപ്പോഴും ആ ഒരു പ്രോബ്ലമാണ് കുട്ടികളെ പുതിയ കാലത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന തിരിച്ചറിയുകയും ടീച്ചേഴ്സ് വ്യക്തമായി അതിനെക്കുറിച്ച് അവെയർ ആണെങ്കിൽ പ്രോപ്പറായി എങ്ങനെ ട്രെയിനിങ് കൊടുക്കാമെന്ന് കഴിയുമെങ്കിൽ ഇതിനൊക്കെ സൊല്യൂഷൻ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ ഇതിൽ മദ്രസയുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡിസ്കഷനുകൾ നടന്നു. ഇത് സ്കൂളിലെ ഈ ഒരു സക്സസ് റേഞ്ച് കണ്ട് എൻ്റെ നാട്ടിലേക്കും ഞാൻ ഉസ്താദിനെ ക്ഷണിച്ചു. ഓൺലൈനിൽ ഒരു സെഷൻ കഴിഞ്ഞു. ഇനി ഞങ്ങൾ അതിന്റെ ഒരു പ്രൊജക്റ്റുമായി മുന്നോട്ട് പോവാണ്. സ്കൂളില് നമ്മളിപ്പോ ഒരു സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ തന്നെ നടക്കുന്ന ഒരു സ്കൂൾ ആയതുകൊണ്ട് തന്നെ മദ്രസയും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് കൊണ്ട് പല രക്ഷിതാക്കളും വന്ന് ആദ്യം ആവശ്യപ്പെടുന്നത് മദ്രസ ഇവിടെ ഉണ്ടല്ലോ, ഇനി ഞങ്ങളെ കുട്ടിയെ നാട്ടിലെ മദ്രസയിലേക്ക് പറഞ്ഞയക്കേണ്ടതില്ല എന്നാണ്. അതുപോലെ തന്നെ ഓൺലൈൻ മദ്രസകൾ സജീവമായ കാലമാണ്.
തീർച്ചയായും ഒരു ട്രഡീഷണൽ മെത്തേഡിലൂടെ മാത്രം നാട്ടിലെ ഒരു ട്രഡീഷണലായ മദ്രസ സംവിധാനം നിലനിർത്താൻ കഴിയാത്ത ഒരു കാലത്തേക്കായിരിക്കാം നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ആ നാട്ടുകാർക്ക് എല്ലാ രീതിയിലും അറ്റാച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമായി മദ്രസ മാറേണ്ടതുണ്ട്. അത്തരത്തിലൊരു സംവിധാനം, അതിനാവശ്യമായ ട്രെയിനിങ്ങും പ്രൊജക്റ്റും ഉസ്താദിന്റെ കൈവശമുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ നാട്ടിലേക്കും കൂടെ നമ്മൾ ഈ പ്രൊജക്റ്റ് വ്യാപിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇത്രയും വളരെ കുറഞ്ഞ കാലമാണ്, ഉസ്താദ് പറഞ്ഞ പോലെ കുറഞ്ഞ കാലമാണ് MET-യുമായും ഞാനുമായി ഉസ്താദിനായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞത്. കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഇതിനെല്ലാത്തിലും ഉപരി ഇതിനെ മുൻകൈ എടുക്കുന്ന ആളുകൾക്ക് തന്നെ, നമുക്ക് തന്നെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും ഒക്കെ ആവശ്യമായ രീതിയിൽ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനും സെഷനുകൾ ഉപകരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഉസ്താദിന് ഒരുപാട് കാലം അത്തരം സെഷനുകളുമായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സമയം ദീർഘിച്ചത് കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ജസാക്കല്ലാഹ്. താങ്ക് യു വെരി മച്ച്. ഒരുപാട് സന്തോഷം. നല്ല ഒരു വ്യക്തിത്വവും അതോടൊപ്പം ഇടപെട്ടതിന്റെ തുടക്കം മുതലേ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നിലവാരമുള്ള നല്ലൊരു പെരുമാറ്റ രീതിയും സമീപനങ്ങളും അതെല്ലാ വിഷയത്തിലും പ്രൊഫഷണൽ ലൈഫിലും എല്ലാം ഞാൻ കണ്ട നല്ലൊരു വ്യക്തി കൂടിയാണ്. വളരെ പ്രിയപ്പെട്ട ആളായി കുറഞ്ഞ സമയം കൊണ്ട് പരസ്പരം മാറാൻ കഴിഞ്ഞ വ്യക്തിത്വം കൂടിയാണ് ബഹുമാനപ്പെട്ട നൗഷാദ് സാർ. നമ്മുടെ ഹാപ്പി സോണിന്റെ ഈ സെഷനിൽ വരികയും അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ചെയ്തതിന് പ്രത്യേകം മനസ്സ് നിറയെ സന്തോഷം അറിയിക്കുന്നു. ഹാപ്പി സോൺ ടീമിന്റെ എല്ലാ നന്ദിയും അറിയിക്കുന്നു. ജബസ് ഇനി ആരെങ്കിലും നമ്മൾ അറ്റൻഡ് ചെയ്യാൻ അവൈലബിൾ ആയ ആരെങ്കിലും ഉണ്ടോ? മുസമ്മിൽ അദിനിയുണ്ട്, ആ ഫെമിനോ ക്ലാസ്സസ് എന്ന പേരിലുള്ളത്. ഓക്കെ. മുസമ്മിലദനി നമ്മുടെ കരിയർ ഏരിയയിൽ നല്ല ഒരുപാട് സേവനങ്ങൾ കാഴ്ചവെക്കുകയും അതോടൊപ്പം നമ്മുടെ ട്രെയിനിങ് ലൈഫ് ഇൻവെസ്റ്റ്മെന്റ് ട്രെയിനിങ്ങുകൾ പങ്കെടുക്കുകയും നമ്മളോടൊന്നിച്ച് ഒരുപാട് വിഷയങ്ങളിൽ നല്ല ഒരു യാത്ര, നല്ലൊരു സഞ്ചാരം തന്നെ നടത്തുകയും ചെയ്ത പുതിയ ഒരുപാട് സംരംഭങ്ങളും എഡ്യൂക്കേഷണൽ സിസ്റ്റവും ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ കൂടിയാണ് മുസമ്മിൽ അദനി. വളരെ സ്നേഹത്തോടുകൂടെ വളരെ ബഹുമാനത്തോടെ വെൽക്കം ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം. വളരെ വൈകിയ വേളയിൽ ഉസ്താദിന്റെ ഒരു വാക്ക് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും പ്രയാസമേറിയ ഒരു വിഷയത്തിന്റെ പരിഹാരം ഏറ്റവും സിമ്പിൾ രൂപത്തിലൂടെ ആയിരിക്കും എന്നുള്ളത് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ സ്കൂളിന്റെ ഒരു ജോലി ചെയ്യുന്ന സമയത്ത്, സേവനം ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്രോബ്ലത്തിന്റെ ലൈവ് സൊല്യൂഷൻ അല്ലെങ്കിൽ ലൈവ് ആൻസർ എന്തുകൊണ്ടാണ് അത് പറഞ്ഞത് എന്നുള്ളത് എനിക്കത് ബോധ്യപ്പെട്ടത് ഉസ്താദിന്റെ ആ ഒരു തിയറികൾ അല്ലെങ്കിൽ ആ ഒരു രൂപങ്ങൾ നമ്മൾ ഫോളോ ചെയ്തത് കൊണ്ടായിരുന്നു എന്നുള്ളതാണ്. നേരത്തെ വേറെ ആരോ പറഞ്ഞതുപോലെ മുഴുവനായിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഫോളോ ചെയ്തതിന് അനുസരിച്ച് നമുക്ക് അതിൻ്റെ ഒരു ഫലം ലഭിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ കീഴിലുള്ള ടീച്ചേഴ്സ് അതിന്റെ ആ ഒരു ഫോളോ ചെയ്തതിന്റെ സന്തോഷങ്ങളൊക്കെ പറയുമ്പോൾ കുട്ടികളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി അവതരിപ്പിക്കുന്നത് കണ്ടപ്പോൾ അൽഹംദുലില്ലാഹ് എനിക്കത് ഉസ്താദിനോട് ഷെയർ ചെയ്യാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം നമ്മൾ അറിയിക്കുകയാണ്. ഈ ഒരു സംഭവങ്ങൾ ഇനിയും നമുക്ക് പകർത്താൻ അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. കൂടുതലൊന്നും പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് ഇതൊരു ചെറിയൊരു ക്ലാസ് കൊണ്ട് തീർക്കാൻ കഴിയുന്നതല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനിയും ലൈവ് വെബിനാറുകൾ, ഫ്രീ വെബിനാറുകളും അതുപോലെ തന്നെ പെയ്ഡ് വെബിനാറുകളും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജാഫർ ഉസ്താദ് ലൈനിലുണ്ട്. എത്തിയോ? ഓക്കെ. ലൈനിലുണ്ട്. അയ്യോ, നമ്മുടെ കൂടെ ഇതുപോലെ ചെറിയ സമയമാണെങ്കിലും പലപ്പോഴായി ഓസ്ട്രേലിയയിൽ നിന്ന് അദ്ദേഹം നമ്മുടെ അലീസാന്റെ ചില സ്ഥാപനങ്ങളിലൊക്കെ നടത്തുന്ന ചില സെഷനിലൊക്കെ യാദൃശികമായി ഞാൻ കൂടെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ കുറഞ്ഞ കാലയളവിനിടയിൽ അലീസാന്റെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം നടക്കുമ്പോൾ അതുപോലെയുള്ള ചില സമയങ്ങളിൽ ഇടപെട്ടപ്പോൾ തന്നെ ഒരുപക്ഷെ അലീസാന്റെ ആ പ്രശസ്തി അന്തർദേശീയ തലത്തിൽ കൊണ്ടുവരാൻ മാത്രം മതിയായ മികവുള്ള വ്യക്തിത്വവും വളരെ സോഫ്റ്റായി ഇടപെടാനും വലിയ വിപ്ലവം തീർക്കാനും കഴിവുള്ള എനിക്ക് വളരെ പ്രിയപ്പെട്ട ആൾ കൂടിയാണ് ജാഫർ നിസാമി. വളരെ സ്നേഹത്തോടെയും നല്ല ബഹുമാനത്തോടു കൂടെയും നമ്മുടെ പ്രോഗ്രാമിൽ
അഭിപ്രായം പങ്കുവെക്കാൻ വേണ്ടി വെൽക്കം ചെയ്യാണ്, ക്ഷണിക്കുകയാണ്. നേരത്തെ എൻട്രി ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ 100 പേരെ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. കാരണം ഇതിന് നല്ല താല്പര്യം കാണിച്ചവരെ മാത്രം ഇൻവൈറ്റ് ചെയ്തിട്ടായിരുന്നു ഇത് ഈ ലിങ്ക് കൊടുത്തിരുന്നത്. അതുകൊണ്ട് ഒരു 100-ൽ താഴെ പേരെ മാത്രമേ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ തുടക്കത്തില് എൻറോൾ ചെയ്യാൻ കടന്നു വരാൻ ടെക്നിക്കലായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഈ എണ്ണം പൂർത്തിയായപ്പോയതുകൊണ്ട്. അതുകൊണ്ട് നിസാമി ഉസ്താദ് ഈ സമയം വരൂല എന്ന് തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു. നജാബ് ഉസ്താദ് എനിക്ക് സ്ക്രീൻഷോട്ട് അങ്ങനെ അയച്ചിട്ടുണ്ടായിരുന്നു. ജാഫർ ഉസ്താദ് ഇന്ന് ഒരു നിലക്കും പങ്കെടുക്കാൻ പറ്റുന്നില്ല, 2-3 തവണയായി ശ്രമിക്കുന്നു, ഇനി മറ്റൊരു ദിവസം വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട്. അൽഹംദുലില്ലാഹ് ഏതായാലും ഈ സെഷനിൽ തന്നെ പങ്കെടുക്കാൻ കഴിഞ്ഞല്ലോ. വളരെ സന്തോഷത്തോടെ വെൽക്കം ചെയ്യുന്നു. ജാഫർ ഉസ്താദ് വെൽക്കം. വലൈക്കും സ്ലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും സലാം. Thank you so much for inviting me here. Alhamdulillah. ജസാക്കുമുല്ലാഹ് ഖൈറൽ ജസാ. പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. വന്യരായ ഹക്കീം ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള പ്രോഗ്രാം അൽഹംദുലില്ലാഹ് വളരെ എഫക്റ്റീവായിട്ട് മനസ്സകങ്ങളെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ കോഴ്സിന്റെ ചില ഭാഗങ്ങൾ നേരത്തെ ഉസ്താദുമായി ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു രീതി, പ്രൊഫറ്റിക് മെത്തേഡ് ഓഫ് ടീച്ചിങ് ആൻഡ് ഡീലിംഗ് ഇഷ്യൂസ് എസ്പെഷ്യലി വിത്ത് ചിൽഡ്രൻ, ആ ഒരു കൺസെപ്റ്റ് വളരെ കൃത്യമായി ഇതിൽ വരച്ച് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ഓസ്ട്രേലിയയിലെ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് മറ്റു വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഉള്ള പോലെ തന്നെ, ഞാൻ 11 വർഷമായിട്ട് ഓസ്ട്രേലിയയിൽ ബ്രിസ്ബനിൽ ഇസ്ലാമിക് കോളേജ് ഓഫ് ബ്രിസ്ബൻ എന്ന് പറയുന്ന ഒരു 1500ഓളം സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഹൈസ്കൂൾ അധ്യാപകനായിട്ട് സേവനം ചെയ്യാം. അപ്പം ഈ ഇത്ര വർഷങ്ങൾക്കിടയിൽ ഉണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത്, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നൊരു സംഭവം, അത് ഏത് തലത്തിലിരിക്കുന്ന ആളുകളാണെങ്കിലും ഏത് അതോറിറ്റി ആണെങ്കിലും അവർ എപ്പോഴും പ്രകടിപ്പിക്കേണ്ട ഒരു ക്വാളിറ്റി ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ താങ്ക് യു പറയാൻ വേണ്ടി മാത്രം ഒരു പ്രൊഫഷണൽ ഡെവലപ്മെന്റ് സെഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. എപ്പോഴൊക്കെ താങ്ക് യു പറയണം. ഒരു കുട്ടി വല്ലാതെ ഡിസ്ട്രപ്റ്റീവായിട്ട് ശല്യം ചെയ്തുകൊണ്ട് ഒരു ക്ലാസ്സിൽ ഇങ്ങനെ നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ഘട്ടത്തിൽ പോലും ആ കുട്ടിയെ അടുത്ത് ചെന്ന് മെല്ലെ സോഫ്റ്റായിട്ട് കുട്ടിയോട് പറയുന്നു, ഐ എക്സ്പെക്ട് എ ബെറ്റർ ബിഹേവിയർ ഫ്രം യു, താങ്ക് യു. അവിടെ താങ്ക് യു കൊടുക്കണം. ഈ കുട്ടി നമ്മളെ ശല്യപ്പെടുന്ന കുട്ടിക്ക് താങ്ക് യു കൊടുക്കുന്നത് ഇതൊരു വിരോധാഭാസമായി തോന്നുമെങ്കിലും, പക്ഷെ ആ താങ്ക് യുവിന് ഭയങ്കര ഫല, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഫലം. എന്തിന് ഇവനെന്നെ അത്ഭുതപ്പെട്ടു, എനിക്ക് എത്തിനാ താങ്ക്സ് കിട്ടിയെന്ന് അവൻ അത്ഭുതപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അൽഹംദുലില്ലാഹ്. അതൊക്കെ അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ, കൂടുതൽ സമയം നീട്ടിപ്പരത്തി പറയാനായിട്ട് സമയമില്ലാത്തത് കൊണ്ട് ഏതായാലും ഈ ഒരു സംഭവത്തിൽ എനിക്ക് പൂർണ്ണമായിട്ട് ആക്റ്റീവായിട്ട് അതിൻ്റെ ഒരു ഭാഗമായി ഉസ്താദിന്റെ ശിഷ്യത്വം സ്വീകരിക്കണമെന്ന് ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കണം. ചില ഫാമിലി ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കേണ്ട ഒരു അവസ്ഥ ഉള്ളത് കൊണ്ട് കഴിയാത്തത് കൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു വലിയ ഒരു തണൽ വൃക്ഷമായി അള്ളാഹു വളർത്തി തെരുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. മറ്റൊരു സമയത്ത് വിശദമായി സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം. ജാഫർ ഉസ്താദ്, അതില് അവര് ആ താങ്ക്സ് പറഞ്ഞതിന്റെ ഒരു കാരണം പറഞ്ഞിട്ടില്ലേ? അതൊന്ന് പറയാം. അത് അവര് പറയുന്നതാണ്, ഈ കുട്ടിയിൽ നമ്മൾ പോസിറ്റീവായ ഒരു ബിഹേവിയർ പ്രതീക്ഷിക്കണം. എന്തായാലും ഒരു കുട്ടി ഒരിക്കലും ഇന്നസെന്റ് ആയ ഒരു കുട്ടി, ഫിത്രയിലുള്ള ഈ കുട്ടി അടിസ്ഥാനപരമായിട്ട് നെഗറ്റീവ് അല്ല. അപ്പോൾ ആ കുട്ടിയിലുള്ള ഒരു നന്മ, ഒരു ഗുഡ്നെസ് ഓൾറെഡി ആ കുട്ടിയിലുണ്ട്. അതെന്തായാലും പുറത്തു വരും. അത് വരാൻ വേണ്ടിയുള്ള പ്രതീക്ഷയിലുള്ള താങ്ക്സ് ആണ് അവിടെ കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. തീർച്ചയായും.
അതാണ് അതിന്റെ റെഡി. കറക്റ്റ് ആണ്. അതാണ് റിസൾട്ടിലും അതല്ലേ ഓക്കെ അല്ലേ? തീർച്ചയായിട്ടും. ഞാനിപ്പോ ഒരുപാട് അനുഭവങ്ങൾ ഞാൻ ഉസ്താദിന് മുമ്പ് പങ്കുവച്ചിട്ടുണ്ട്. ഒരു ഏറ്റവും കൂടുതൽ ഡിസ്ട്രക്റ്റീവായ ബഞ്ച് ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയാം. 3 ഗേൾസ്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 3 ഗേൾസ് ഏത് ടീച്ചർ ക്ലാസ്സിൽ കയറി വന്നാലും അവരങ്ങട്ട് മുള്ളുമ്മക്കായിട്ട് എന്ന് പറയുന്ന പോലെ ചില ലേഡി ടീച്ചേഴ്സൊക്കെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുന്ന കരഞ്ഞിട്ടാണ്, കണ്ണീര് തുടച്ചിട്ടാണ് ഇറങ്ങുന്നത്. കാരണം അവർ ജീവിതത്തിൽ ഇത്ര തിക്താനുഭവം ഉണ്ടായിട്ടില്ല. ആ ക്ലാസ്സിൽ ഈ ഒരു സംഭവം ഞാൻ ട്രൈ ചെയ്തു. അപ്പൊ സ്വാഭാവികമായിട്ടും ദേഷ്യം പിടിക്കാത്തൊരു സ്വഭാവക്കാരനാണ് ഞാനും. എൻ്റെ വൈഫിനോട് കൂടി ചോദിക്കണേ. ഏതായാലും പിന്നെ അത് എന്നെ ആ ക്ലാസ് ഏൽപ്പിച്ച് ക്ലാസ്സിൽ കയറി ചെന്ന ഉടനെ തന്നെ കുട്ടികളുടെ പ്രതികരണം, മാഷാ അല്ലാ ഇമാം ജാഫർ സോ ഹാൻസം എന്ന് പറഞ്ഞിട്ടൊരു വാക്കാണ്. നമ്മളെ വളരെ അങ്ങോട്ട് ഇടിച്ച് താഴ്ത്തുന്ന ഒരു വർത്തമാനം പറഞ്ഞു. സോ ഹാൻസം എന്നൊക്കെ പറഞ്ഞാൽ അത് സത്യത്തിൽ ഒരു നെഗറ്റീവ് കമന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രേലിയൻ കൺസെപ്റ്റിലൊക്കെ. സംഭവം നല്ല വാക്കാണെങ്കിലും അത് ഉപയോഗിക്കുന്നത് ഇയാളെ വേറൊന്നിനും കൊള്ളില്ല, കാണാൻ നല്ല ചൊറുക്കുണ്ട് പക്ഷെ വേറൊന്നിനും കൊള്ളില്ല എന്ന അർത്ഥത്തിലാണ് ആ പറയുന്നത്. അവിടെ പോലും ഞാൻ താങ്ക് യു ഫോർ യുവർ കോംപ്ലിമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് മെല്ലെ അത് ഡീൽ ചെയ്തു. അങ്ങനെ ആ കുട്ടികൾ ഒരുത്തി ആ ക്ലാസ്സിൽ നിന്ന് പിന്നെ എന്ത് ചെയ്യേണ്ടി വന്നു, അവിടുത്തെ ബിഹേവിയർ ഇഷ്യൂമായി ബന്ധപ്പെട്ട് വേറെ ഒരു എക്സ്ട്രീം ലെവലായതുകൊണ്ട് പിന്നെ ബിഹേവിയർ ടീം വന്ന് കൊണ്ടുപോയി. ബാക്കിയുള്ളവരെല്ലാം നേരെ റൂട്ടിലേക്ക് വന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും. ജസാക്കുമുല്ലാഹ് ഖൈറൻ. വഇയ്യാക്കും വബറകല്ലാഹു ഫീക്കും ഇൻഷാ അല്ലാഹ്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, ഇനി പിന്നെ ആരെങ്കിലും ബാക്കിയുണ്ടോ നമ്മളെ സെഷനിൽ പങ്കെടുക്കേണ്ട? ഒന്ന് മൈക്ക് ഓൺ ചെയ്തു. അവസാനിച്ചു. അൽഹംദുലില്ലാഹ്, ഇത്രയും സമയം ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും സന്തോഷം അറിയിക്കുന്നു. അവസ്ഥ നിങ്ങളുടെ ഒരു താങ്ക്സ് അറിയിച്ചിട്ട് കൺക്ലൂഡ് ചെയ്യാം. വളരെ സന്തോഷമുണ്ട്. നാം വിചാരിച്ചതിലും അധികം ഒരുപാട് ആളുകൾ ഇവിടെ എത്തിച്ചേർന്നു. പലർക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയില്ല. മറ്റൊരു പരിപാടിയുടെ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പല മെസ്സേജുകളും വന്നു. അൽഹംദുലില്ലാഹ്, സന്തോഷം. ഈ പരിപാടി വളരെ സൗന്ദര്യത്തോടെ നമുക്ക് ലീഡ് ചെയ്തെന്ന് ഉസ്താദ് അവറുകൾ. ഇതിന് വളരെ സന്തോഷം നൽകുന്ന വാക്കുകൾ കൊണ്ട് മനസ്സ് നിറച്ചെന്ന നമ്മുടെ അതിഥികൾ, ഇതിന് പങ്കെടുക്കാനെത്തിയ ഒരുപാട് ആളുകൾ, ഒരുപാട് അധ്യാപകരും പ്രിൻസിപ്പൽ, അതുപോലെ HM, മാനേജ്മെന്റ്, സദർ ഉസ്താദ്മാർ, ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഹാപ്പി സോണിന്റെ എല്ലാ മനസ്സ് നിറഞ്ഞ സ്നേഹങ്ങളും സന്തോഷങ്ങളും ആത്മാർത്ഥമായി അറിയിച്ചുകൊണ്ട് നന്ദി അറിയിക്കുന്നു. 3 സ്വലാത്തോടുകൂടെ നാം അവസാനിപ്പിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ